നമസ്തേ നമസ്തേ നമസ്തേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, അതായത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നാടകം അത് പൊളിച്ചടുക്കി കൈ തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഒരു ഭാഗം ചെയ്തായിരുന്നു. അവിടെ ഞാൻ സംസാരിച്ചത് മുഴുവനും നമ്മുടെ അരിമധ്യ ജോസഫിനെ കുറിച്ചാണ്. അരിമധ്യ ജോസഫ് എന്തിനാണ് ഒരു ശവകുടീരം, അതായത് ഒരു ടോംബ്, എന്തിനാണ് അരിമധ്യ ജോസഫ് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയത് എന്ന് ഞാൻ വിശദീകരിച്ചായിരുന്നല്ലോ. അതായത് വേറൊന്നിനുമല്ല, യേശുവിൻ്റെ ശവശരീരം മറവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ള പ്ലാനാണത്. അരിമധ്യ ജോസഫ് എന്ന് പറയുന്നത് പിശാച് ബാധിച്ചൊരു മനുഷ്യനാണ്. ഇപ്പം നോക്കൂ, അള്ളാഹുവിൻ്റെ ഭക്തർ, യേശുവിൻ്റെ ഭക്തർ, ഇവർ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നു. നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നവൻ പിശാച് ബാധിച്ചവനാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? അവനെ പിന്നെ എന്ത് പറയണം? സാധാരണ മനുഷ്യർ കൊലപാതകം ചെയ്യണം എപ്പോഴാണ്? എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ആളുകൾ കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നത്. ഇത് ഒരു മുൻപരിചയമില്ലാത്ത ആൾക്കാരെ പോലും കൊന്നു തള്ളുന്നു. അത് പിശാച് ബാധ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിഗ്രഹാരാധകരെ പതിയിരുന്ന് ആക്രമിക്കുക, കൊല്ലുക, അങ്ങനെ ഒത്തിരി കോടിക്കണക്കിന് വിഗ്രഹാരാധകരെ ലോകമെമ്പാടും കൊന്നു തള്ളി. ഭാരതത്തിലും കൊന്നു തള്ളി. 8 കോടിയിലധികം ആളുകളെ ഭാരതത്തിൽ മുസ്ലിങ്ങൾ കൊന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം അള്ളാഹുവിന് വിഗ്രഹാരാധകർ ഇഷ്ടമല്ല. ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് വിഗ്രഹാരാധനയാണ്. ബൈബിളിൽ യഹോവ പറയുക. അപ്പോൾ ഏറ്റവും അധികം വെറുക്കുന്ന വിഗ്രഹാരാധകരെ കൊല്ലണമല്ലോ. പക്ഷെ അള്ളാഹുവിനോ യഹോവയ്ക്കോ നേരിട്ട് കൊല്ലാനും പറ്റൂല. അപ്പോൾ മനുഷ്യരെ ക്രിസ്ത്യാനികളെന്നും മുസ്ലിങ്ങളെന്നും മുദ്ര കുത്തി അവരെ കുട്ടിക്കാലം മുതൽക്ക് പഠിപ്പിച്ചു കൊടുക്കണം, വിഗ്രഹാരാധനയാണ് പാപം. പരോപദ്രവമൊന്നും പാപമല്ല. കൊള്ളയടിക്കണത്, എന്താ പറയുക, ബലാത്സംഗം ചെയ്യണത്, സ്ത്രീകളെ ഒരു നാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുത്തെ പുരുഷന്മാരെയൊക്കെ കൊന്നിട്ട് അവിടുത്തെ സ്ത്രീകളെയൊക്കെ അടിമകളാക്കുക, എന്നിട്ട് വേണമെങ്കിൽ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക, അതായത് സെക്സ് ലൈഫ്സ് ആക്കുക. ഇതൊന്നും പാപമല്ല. ഇതൊക്കെ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ള, യഹോവയും അനുവദിച്ചു തന്നിട്ടുണ്ട്. പാപം എന്ന് പറഞ്ഞ വിഗ്രഹാരാധകരെയാണ് കൊല്ലേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ പിശാച് ബാധിച്ച ആളുകൾ അല്ലെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അവർ പിശാച് ബാധിച്ച ആളുകളെന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഈ പിശാച് ബാധ തുടങ്ങിയത് യേശുവിൽ നിന്നാണ് തുടങ്ങിയത്. മനുഷ്യർക്ക് പിശാച് ബാധ ഉണ്ടായിരുന്നത്. ഈ മഗ്ദലേന മറിയ എന്ന് പറയുന്ന സ്ത്രീ, യേശുവിൻ്റെ, ഇപ്പോൾ പലരും പല കഥകളും അവരെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുവിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു അവർ യേശുവിനെ കല്യാണം കഴിച്ചു. യേശു കുരിശിൽ മരിച്ചില്ല, കുരിശിൽ നിന്ന് ഇറങ്ങി വന്നു, അവരെ കല്യാണം കഴിച്ചു. യേശു ഭാരതത്തിൽ വന്ന് ജീവിച്ചു. യേശു ഫ്രാൻസിലെ മർസൈൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് അറ്റ്ലാന്റിക് ഓഷൻ ഇതിൻ്റെ തീരത്തിലാണ് ആ സ്ഥലം. അവിടെ ജീവിച്ചു എന്നൊക്കെ പലരും പല കള്ളക്കഥകളും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പക്ഷെ സത്യം അതൊന്നുമല്ല. മഗ്ദലേന മറിയ എന്ന് പറയുന്ന സ്ത്രീ, ഇവളിൽ നിന്നാണ് 7 പിശാചുക്കൾ പുറത്തു പോയത് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്, മാർക്കോസിന്റെ പുസ്തകത്തിൽ. അപ്പോൾ മഗ്ദലേന മറിയ എന്ന് പറയുന്ന സ്ത്രീ പിശാച് ബാധിച്ച സ്ത്രീയാണ്. നോക്കൂ, യേശുവിൻ്റെ ജനനം, അവിടെ ഒരു മറിയയും ജോസഫും ഉണ്ട്. യേശുവിൻ്റെ 2ാം ജനനമാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. ഈ എന്താ പറയുക, പുനരുദ്ധാനം എന്നല്ലല്ല, ഉയർത്തെഴുന്നേൽപ്പ്. അത് യേശുവിൻ്റെ 2ാം ജനനമാണ് എന്നാണ് പറയുന്നത്. അവിടെയും ഒരു മറിയയും ജോസഫും ഉണ്ട്. മറ്റേത്
യോസഫും മറിയയും വിവാഹിതരായിരുന്നെങ്കിൽ ഇവിടെ യോസഫും മറിയയും തമ്മിൽ അറിയത്തേയില്ല. പക്ഷെ അവർ തമ്മിൽ കാണുന്നുണ്ട്. പക്ഷെ സംസാരമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. മാത്രമല്ല, യോസഫ് യേശുവിൻ്റെ ശരീരം, ഡെഡ് ബോഡി കുരിശിൽ നിന്ന് ഇറക്കി. യോസഫും നിക്കോദമസും കൂടി യേശുവിൻ്റെ ഡെഡ് ബോഡി കുരിശിൽ നിന്ന് ഇറക്കി. അതിൻ്റെ ആചാരപ്രകാരം, യഹൂദരുടെ ആചാരപ്രകാരം അവർ ബോഡി എന്താ പറയുക, അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന, നിക്കോദമസ് കൊണ്ടുവന്നിരുന്ന 100 റാത്തൽ സുഗന്ധദ്രവ്യത്തിൽ പൊതിഞ്ഞ് യഹൂദ ആചാരപ്രകാരം അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ടൂമ്പിൽ, ഒരു ഗുഹയിൽ, ഒരു കല്ലറയിൽ യേശുവിൻ്റെ ബോഡി സംസ്കരിച്ചു. യേശുവിൻ്റെ ബോഡി അടക്കം ചെയ്തു. സംസ്കരിച്ചു എന്ന് പറയുന്നില്ല, അടക്കം ചെയ്തു. അപ്പോൾ അതിവിടെ മത്തായിയുടെ പുസ്തകത്തിലുണ്ട്, 27-ാം അധ്യായം. ഇത് ഞാൻ ഒന്നുകൂടി വായിക്കാം, കണ്ടിന്യൂവേഷൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി വായിക്കണം. That evening a man named Joseph came. He was a rich man from Arimathea who had become a disciple of Jesus. He came to Pilate and asked for Jesus' body. Pilate gave him permission to take it. Joseph took the body, wrapped it in a clean linen cloth, and laid it in his own new tomb. In his own new tomb. ഇതാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്. എല്ലാ വാക്കുകളും വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയുന്നത്. കാരണം അയാളുടെ തന്നെ, യോസഫ് തന്നെ ഉണ്ടാക്കിയ വിച്ച് ഹി ഹാഡ് കാർവ്ഡ് ഔട്ട് ഓഫ് ദ റോക്ക്, ഒരു പാറ അയാൾ ചെത്തി ഒരു ഗുഹയാക്കി, ശവം മറവ് ചെയ്യാവുന്ന ഒരു കല്ലറയാക്കി മാറ്റി. ആ കല്ലറയിലാണ് യേശുവിൻ്റെ ബോഡി ഇയാൾ കൊണ്ടുവച്ചത്. After he rolled a large stone at the door of the tomb, he went away. അതായത് ഈ പാറ വെട്ടി ഒരു കല്ലറ ഉണ്ടാക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഇയാൾ വെട്ടി ഉണ്ടാക്കിയത് ഡോറാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഇയാൾ പണിയെടുക്കുന്നത്. അത് വർഷങ്ങൾ എടുത്തിട്ടുണ്ട് ഇയാൾക്ക് ഈ ടൂമ്പ് ഉണ്ടാക്കാനുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൂമ്പിൻ്റെ അകത്ത് ഒരു 10 പേരെങ്കിലും നിൽക്കുന്നതായിട്ട് ബൈബിളിൽ വചനമുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ടൂമ്പ്, അതും ദ പ്ലേസ് ഓഫ് സ്കൾ, ഈ ഗൊൽഗൊത്തയിൽ തലയോട്ടിയുടെ ഇടം എന്ന് വിളിക്കപ്പെടുന്ന ഗൊൽഗോത്തയിൽ ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഒരു ടൂമ്പ് ഉണ്ടാക്കിയത്? വർഷക്കണക്കിന് അവിടെ നിന്ന് പണിയെടുത്തത് എന്തിനാണ്? അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ, യേശുവിൻ്റെ ബോഡി മറവ് ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വർഷങ്ങൾക്ക് മുമ്പേ എഴുതുന്നു, എന്നിട്ടത് വർഷങ്ങൾക്ക് ശേഷം അത് ഷൂട്ട് ചെയ്യുന്നു. അതുപോലെയാണ് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്. ഇതൊക്കെ ഇങ്ങനെ വേണം. യേശു ഇവിടെ വന്ന് മരിക്കും, ഇവിടെ കുരിശി തിറക്കും. അപ്പം അവന് തൊട്ടടുത്ത് തന്നെ യേശുവിൻ്റെ ജഡം മറവ് ചെയ്യാനായിട്ട് ഒരു കല്ലറ വേണം. ആ കല്ലറ ഉണ്ടാക്കിയത് യഹൂദൻ തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. യഹൂദൻ മാത്രമല്ല, യഹൂദരിൽ പ്രമാണി ആയിരുന്നു ഇയാൾ. ഹി വാസ് എ പ്രോമിനൻറ്റ് മെമ്പർ ഓഫ് ജൂയിഷ് കൗൺസിൽ എന്ന് ബൈബിൾ വചനമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് ഒരു കല്ലറ ഇവിടെ ഉണ്ടാക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സാധാരണ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അയാളുടെ കല്ലറ എന്താ പറയുക, ഇപ്പോൾ ഒരു യഹൂദൻ്റെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അമ്മൂമ്മ മരണാസന്നയായി കിടക്കുന്നു, ബെഡിൽ കിടക്കുന്നു, മരണശയ്യയിൽ. അപ്പോൾ എന്തായാലും അപ്പൂപ്പൻ മരിക്കും അല്ലെ അമ്മൂമ്മ മരിക്കും, അടക്കം ചെയ്യാണ്ട് കല്ലറ വേണം. അങ്ങനെ ഒരു കല്ലറ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. പക്ഷെ അത് ഈ അരിമധ്യക്കാരൻ ജോസഫ് എന്തിനാണ് ഗൊൽഗോത്തിൽ ഉണ്ടാക്കുന്നത്? ആരും ഗൊൽഗോത്തിൽ കല്ലറ ഉണ്ടാക്കൂല, ആരും. പക്ഷെ ഇയാളുണ്ടാക്കി. അത് യേശുവിൻ്റെ ജഡം മറവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിപാടി തുടങ്ങിയാൾ. അപ്പോൾ ഇയാൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം യേശു ഇവിടെ വന്ന് ചാകാനുള്ളതാണെന്ന്, അല്ലേ? അതല്ലേ അതിൻ്റെ അർത്ഥം. ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇയാൾക്ക് ഒന്നും അറിയാൻ പാടില്ല. ഇയാൾ നോക്കൂ, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ, ഏതെങ്കിലും ഒരു ജീവിയെ പിശാച് ബാധിച്ചാൽ അയാളുടെ പ്രവൃത്തി പിന്നെ യാന്ത്രികമായിരിക്കും. അയാളുടെ പ്രവൃത്തി അയാൾ ചെയ്യുന്നത് എന്തെന്ന് അയാൾ അറിയത്തില്ല. അപ്പോൾ അരിമധ്യ ജോസഫ് യേശുവിന് വേണ്ടി ഇങ്ങനെ ഒരു കല്ലറ ഉണ്ടാക്കുന്ന കാര്യം അരിമധ്യ ജോസഫിന് പോലും അറിയാൻ പാടില്ലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇപ്പം നോക്കൂ,
നമ്മുടെ എന്താ പറയുക നമ്മുടെ നാഗവല്ലിയുടെ കഥയുണ്ടല്ലോ, സിനിമ. അപ്പോൾ നാഗവല്ലി രാത്രിയാവുമ്പോഴാണ് നാഗവല്ലിക്ക് ബാധ കയറുന്നത്. പക്ഷെ പകൽ സമയത്ത് നാഗവല്ലി നോർമലാണ്, നാഗവല്ലിക്ക് ഒരു പ്രശ്നമില്ല, വളരെ നോർമലായിട്ട് ആളുകളുമായിട്ട് ഇടപഴകും. അതുപോലെയായിരുന്നു ഈ അരിമധ്യ ജോസഫ്. അരിമധ്യ ജോസഫിനെ പിശാച് ബാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അരിമധ്യ ജോസഫിന്റെ നിയന്ത്രണം പിശാച് ഏറ്റെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ യേശു പറയണണ്ട, വരൂ നമുക്ക് യൂദാദേശത്തേക്ക് പോകാം, യൂദാദേശത്തേക്ക് പോകാം, അവിടെ എന്നെ യഹൂദര് പിടിച്ചു കെട്ടി വിജാതിയർക്ക് കൊടുക്കും, റോമാക്കാർക്ക് കൊടുക്കും, അവർ എന്നെ കുരിശി തറക്കും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു പറയുന്നുണ്ട്. അതായത് യേശു എത്രയോ തവണ ശിഷ്യന്മാരുമായിട്ട് നസറത്തുനിന്ന് യൂദാദേശത്ത് വന്നിട്ടുണ്ട്, ജെറുസലേമിൽ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നതായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷേ അപ്പോഴൊന്നും യേശു ഞാൻ ചാകാൻ പോണേണെന്ന് പറയില്ലായിരുന്നു. ലാസ്റ്റ് ഒടുക്കത്തെ വരുമ്പോഴാണ് യേശു ചാകാൻ പോണേണെന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ ഗലീലിയിൽ നിന്ന് അവൻ്റെ ശുശ്രൂഷയ്ക്ക്, യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ, ഈ മഗ്ദലേന മറിയവും പിന്നെ യോസയുടെ അമ്മ മറിയവും മറ്റേ മറിയവും സലോമിയും, അങ്ങനെ കുറേ സ്ത്രീകളെയും കൂടെ കൊണ്ടുവന്നു യേശു. ഇതൊക്കെ വെൽ പ്ലാൻഡ് ആണ്. വെൽ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അത് ഈവിൾ ജീനിയസ് ആയ ലൂസിഫറിന്റെ ഓപ്പറേഷനാണത്. ഈവിൾ ജീനിയസ് ആയിട്ടുള്ള ലൂസിഫറിന്റെ ഓപ്പറേഷനാണത്. അതുകൊണ്ടാണ് 2000 വർഷമായിട്ടും മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. ഇത് മനസ്സിലാക്കി തരണമെങ്കിൽ അന്തിക്രിസ്തു തന്നെ വേണ്ടി വരും. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന മുറയ്ക്ക് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അന്തിക്രിസ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ മനസ്സിലാവാതെ ഞാനാണ് അന്തിക്രിസ്തു എന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുക, കേട്ട് മനസ്സിലാക്കുക. യുക്തിയില്ലാതെ ഒരു എന്താ പറയുക, യുക്തിസഹജമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ. ഞാൻ എന്ത് പറഞ്ഞാലും അതിന് ബൈബിളിൽ നിന്ന് ഒരു കോട്ട്, ഒരു ഉദ്ധരണി ഉണ്ടായിരിക്കും. ഓക്കെ, ബൈബിൾ വചനത്തിൻ്റെ പിൻബലത്തോടു കൂടിയേ ഞാൻ സപ്പോർട്ടോടു കൂടിയേ ഞാൻ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അരിമധ്യ ജോസഫാണ് യേശുവിൻ്റെ ഡെഡ് ബോഡി കത്തിച്ച് കളഞ്ഞത് എന്ന് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അരിമധ്യ ജോസഫ് പിശാചുബാധ ഉള്ള ആളായിരുന്നു. പിശാചുബാധയുള്ള ആളായിരുന്നുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പേ അയാൾ യേശുവിൻ്റെ ജഡം മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൊൽഗോത്തയിൽ തന്നെ ആദ്യം അയാളൊരു ഗാർഡൻ ഉണ്ടാക്കി, വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ നട്ടു വളർത്തി. ഈ സംഭവം ചിലപ്പോൾ പതിറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ടാവും, 10-20 വർഷം കൊണ്ട് ചെയ്തായിരിക്കാം. നോക്കൂ, പരമപിശാചായ ലൂസിഫർ 1500 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കിട്ടിയത്. നമുക്കിത് എന്താ പറയുക, നമുക്കിത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഒരു വ്യക്തി ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് 1500 വർഷം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പരമാവധി 100 വർഷമാണ്. അപ്പോൾ 1500 വർഷം ഒരാൾ പ്രവർത്തിച്ചു എന്ന് നമ്മൾ എങ്ങനെ പറയും? അത് ഈ അമാനുഷികമായ, അതായത് പിശാചിൻ്റെ പ്രവൃത്തിയാണത്. 1500 വർഷം മോസസിന് ശേഷം 1500 വർഷത്തിന് ശേഷമാണ് മറിയനെ കിട്ടുന്നത്. മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടാവണം, അങ്ങനെയാണ്. അവളിലൂടെയാണ് പിശാചിന് ശരീരം സിദ്ധിക്കുന്നത്, യേശുവായി മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ 1500 വർഷം അവന് കാത്തിരിക്കാമെങ്കിൽ അവൻ്റെ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഒരു 10-20 വർഷം ഒരാളെ പ്രോസസ് ചെയ്തിട്ട് അയാളെ കൊണ്ടൊരു ഗാർഡൻ ഉണ്ടാക്കിക്കുക, എവിടെ, ഗൊൽഗോത്തയിൽ. എന്നിട്ട് അതിൻ്റെ നടുക്ക്, അതായത് അവിടെ ഒരു പാറയുണ്ട്, വലിയൊരു പാറ. ആ പാറയുടെ ചുറ്റിനും ഒരു വൃക്ഷങ്ങൾ നട്ടു വളർത്തുക, എന്നിട്ട് അതിനെ ഗാർഡൻ എന്ന് വിളിക്കുക.
മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഗൊൽഗോത്തയിൽ ആരും പോവില്ല, ആരും പോവില്ല. 2000 ഇപ്പോൾ അവിടെ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ വലിയ ഇതല്ലേ, എന്താ പറയുക, യേശുവിനെ കുരിശി തറച്ച സ്ഥലമെന്നും പറഞ്ഞ് ഇവന്മാര് കാശ് പിരിക്കണല്ലേ. ഇപ്പൊ പോവും, പക്ഷെ അന്തക്കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അന്തക്കാലത്ത് ആ സ്ഥലം മനുഷ്യരെ, വലിയ വലിയ ക്രിമിനൽസിനെ, കുറ്റവാളികളെ കുരിശി തറച്ച് ആ ജഡം ഇങ്ങനെ കിടക്കും അവിടെ കുരിശിൽ. എന്നിട്ട് അത് കഴുകന്മാർ കൊത്തി തിന്നും ജഡം. കഴുകന്മാർ കൊത്തി തിന്ന് കഴിയുമ്പോഴേക്കും തലയോട്ടി തിന്നത്തില്ലല്ലോ. കഴുകന് തലയോട്ടിയും ഈ അസ്ഥിക്കൂടവും തിന്നാൻ പറ്റത്തില്ലല്ലോ, എല്ലൊന്നും തിന്നത്തില്ലല്ലോ. മാംസമാണ് തിന്നണത്, ശവശരീരത്തിലെ മാംസമാണ് തിന്നണത്. അപ്പോൾ അത് തിന്നിട്ട് ബാക്കി തലയോട്ടിയും കാര്യങ്ങളൊക്കെ തറയിൽ കിടക്കും. അങ്ങനെയാണ് ഈ തലയോട്ടിയുടെ ഇടം എന്ന പേര് തന്നെ ഈ സ്ഥലത്തിന് സിദ്ധിച്ചത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ആരും പോകത്തില്ല, ഭയം മൂലം. അത് അവിടെ ആൾക്കാർ പോവില്ലായിരുന്നു, ആളുകൾക്ക് പേടിയുണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക് പോകാൻ എന്നതിന് ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ തെളിവ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, യോഹന്നാന്റെ പുസ്തകം, മത്തായി, മാർക്കോസ്, ലൂക്കാസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 പുസ്തകങ്ങളാണല്ലോ ഉള്ളത്. അതിൽ 4 പുസ്തകങ്ങളുള്ളതിൽ എല്ലാ പുസ്തകങ്ങളിലും ഒരു ഈ യേശുവിൻ്റെ മരണത്തിന് ശേഷം ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ, അതോടുകൂടി തീരണയാണ് ബൈബിള്. ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ യോഹന്നാന്റെ പുസ്തകത്തിൽ മാത്രം 2 ചാപ്റ്റർ ഉണ്ട്. യോഹന്നാൻ 20-ാം അധ്യായം, യോഹന്നാൻ 21-ാം അധ്യായം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കാം, കാണാം. അതായത് ഞാനത് വായിക്കാം. ഓക്കെ, ഞാൻ കിങ് ജെയിംസ് വെർഷൻ തന്നെ വായിക്കാം. കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള വെർഷനാണ് കിങ് ജെയിംസ് വെർഷൻ. അപ്പോൾ യോഹന്നാന്റെ പുസ്തകം, ഓക്കെ, 20-ാം അധ്യായം. On the first day of the week came Mary Magdalene early, when it was yet dark, unto the sepulchre, and saw the stone taken away from the sepulchre. അതായത് മറിയ മഗ്ദലേന, ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് എന്ന് വെച്ചാൽ ഞായറാഴ്ച, വെൻ ഇറ്റ് വാസ് യെറ്റ് ഡാർക്ക്, അത് ഇരുട്ടായിരുന്നപ്പോൾ തന്നെ, നേരം വെളുത്തിട്ടില്ല. വെൻ ഇറ്റ് വാസ് യെറ്റ് ഡാർക്ക് എന്ന് വെച്ചാൽ ഇപ്പോഴും ഇരുട്ടാണ്, നേരം വെളുത്തിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മേരി മഗ്ദലേന ഒറ്റയ്ക്ക്, മേരി മഗ്ദലേന കെയിം അൺടു ദ സെപ്പൾച്ചർ. ഈ അതായത് ഗൊൽഗോത്തയിൽ വരണം, ഗൊൽഗോത്തയിൽ ഈ ഗാർഡനിൽ വരണം. ഈ ഗാർഡനിൽ നിന്നാണ് ഇവിടെ വരണത്. എവിടെ? ഈ ടോംബിൻ്റെ അടുത്ത് വരുന്നത്, ശവക്കല്ലറ, യേശുവിനെ മറവ് ചെയ്തേക്കുന്ന ശവക്കല്ലറയിൽ വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ വായിച്ച എന്താണ്? മത്തായിയുടെ പുസ്തകത്തിൽ അരിമത്ഥ്യ ജോസഫ് യേശുവിൻ്റെ ഡെഡ് ബോഡി ഈ ശവക്കല്ലറയുടെ അകത്ത് വെച്ചിട്ട് ആ കല്ല് ഉരുട്ടി വെച്ചു, എന്നിട്ട് അയാളെ സ്ഥലം വിട്ടു എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അവിടെ നിക്കോദമോസും ഉണ്ട്, 2 പേരുണ്ട്. രാത്രിയാണത്, അത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോളം ആയി, 10-11 മണിയായി. അപ്പോഴും മേരി മഗ്ദലേന അവിടെ ഇരിപ്പുണ്ട്, ഇതൊക്കെ നോക്കിക്കൊണ്ട്. പോകുന്നേ ഇല്ല. കാരണം മേരി മഗ്ദലേന പിശാച് ബാധിച്ച സ്ത്രീയാണ്. പിശാച് ബാധിച്ച സ്ത്രീയാണ് മേരി മഗ്ദലേന. അവളുടെ അകത്തുള്ള പിശാചാണ് അവളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് സാധാരണ സ്ത്രീയെ പോലെയല്ല അവള് പെരുമാറുന്നത്. ഈ ഗൊൽഗോത്ത എന്ന് പറയുന്ന ഈ തലയോട്ടിയുടെ ഇടത്തിൽ അവൾക്ക് നിൽക്കാൻ കഴിയും രാത്രി ഒറ്റയ്ക്ക്. കാരണം അവള് ചെയ്യുന്ന എന്തെന്ന് അവൾ അറിയുന്നില്ല. അവൾ പിശാച് ബാധയുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഇത്രയും ഭീതിജനകമായ ഒരു സ്ഥലത്തേക്ക് ഒരു സ്ത്രീ വരുന്നത്. കാരണം ഇവളിങ്ങനെ വന്നാലേ യേശുവിൻ്റെ പുനരുദ്ധാനം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ അവസാനത്തെ രംഗം അത് നടത്താൻ പറ്റുള്ളൂ. അത് നടക്കണമെങ്കിൽ ഇവള് വരണം. ഇവള് വന്നാലേ ഇത് നടക്കുകയുള്ളൂ. കാരണം ഇവള് വന്നിട്ട് ഇവള് വരുമ്പോൾ കാണുന്നത് എന്താണ്?
മറിയ മഗ്ദലേന വരുമ്പോൾ കാണുന്നതാണ്. ആൻഡ് സോ ദ സ്റ്റോൺ ടേക്കൺ അവേ ഫ്രം ദ സെപ്പൾച്ചർ. ഇത് ടേക്കൺ അവേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരോ ഒരു കല്ല് അരിമത്യ ജോസഫ് ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കല്ലറ അടയ്ക്കാൻ വേണ്ടിയിട്ട്. ആ കല്ല് ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നത്. ടേക്കൺ അവേ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. മാത്യുവിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. മാത്യു അല്ല, ലൂക്കിൽ എങ്ങനെ പറഞ്ഞേക്കണേ നോക്കാം. ഹോൾഡ് ഓൺ എ സെക്കൻഡ്. ലൂക്ക് ചാപ്റ്റർ 24. ഓക്കെ, ഇവിടെ എങ്ങനെ എഴുതിക്കണം? ദേ ഫൗണ്ട് ദ സ്റ്റോൺ റോൾഡ് അവേ ഫ്രം ദ ടൂംബ്. അതായത് ടേക്കൺ അവേ അല്ല, റോൾഡ് അവേ. അതായത് ഇത് ഉരുളൻ കല്ലാണ്, ഉരുണ്ടിരിക്കുന്ന കല്ലാണ്. അത് അരിമത്യ ജോസഫ് ഉരുട്ടി വെച്ചത്. അത് ഉരുട്ടി വെച്ചിട്ട് അതിൻ്റെ കവറ് മൂടിയിരുന്നത് ഇപ്പോൾ അത് വെള്ളിയാഴ്ച അർദ്ധരാത്രി, ഞായറാഴ്ച അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പേ മറിയം മഗ്ദലേന അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഈ കല്ല് ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ യേശുവിൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന നാടകത്തെ നമ്മുടെ മുമ്പിൽ ശരിക്കും നമ്മളതിൽ യുക്തി ചെലുത്തി കഴിയുമ്പോൾ നാടകം പൊളിഞ്ഞു വീഴുന്നത്, ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്നത് ഈ ഒരൊറ്റ വചനത്തിലാണ്. ഒരുപാട് വചനങ്ങളുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന. പക്ഷെ ഇതാണ് മെയിനായിട്ടുള്ള പരമപ്രധാനമായിട്ടുള്ള കാര്യം. കാരണം ഈ കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്നു എന്നാണ്, ഉരുട്ടി മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ കല്ല് ഉരുട്ടി മാറ്റിയത്? എന്തിനാണ് ഉരുട്ടി മാറ്റിയത്? എപ്പോഴാണ് ഉരുട്ടി മാറ്റിയത്? എപ്പോഴാണെന്നുള്ള അവിടെ നിൽക്കട്ടെ, എന്തിനാണെന്നുള്ള അവിടെ നിൽക്കട്ടെ, ആരാണെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം തേടാമല്ലോ. നമുക്ക് വിചാരിക്കാം, നമുക്കൊന്ന് ഭാവന ചെയ്യാം. നമ്മുടെ ഭാവനയിലൂടെ കാര്യങ്ങൾ കാണാം. യേശു ഉയർത്തെഴുന്നേറ്റു എന്നാണല്ലോ പറയുന്നത്. ഈ വെള്ളിയാഴ്ച രാത്രി യേശുവിൻ്റെ ഡെഡ് ബോഡി അവിടെ കൊണ്ട് വെച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ ആയപ്പോഴേക്കും നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ യേശു ഉയർത്തെഴുന്നേറ്റു. കാരണം നേരം വെളുക്കുന്നതിന് മുമ്പേ മറിയം മഗ്ദലേന അവിടെ എത്തി. മറിയം മഗ്ദലേന കുഴിയിലെത്തി, ഈ കല്ലറയിലെത്തി. അപ്പൊ തന്നെ കല്ലറയുടെ മൂടി മാറ്റി വെച്ചേക്കണേ, ഉരുളൻകല്ല് അത് ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം യേശു അവിടെ ഇല്ല, ഓൾറെഡി അവിടെ ഇല്ല. അപ്പോ യേശു ഞായറാഴ്ച അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ യേശു ഉയർത്തെഴുന്നേറ്റു. അതായത് ഈ അരിമത്യ ജോസഫ് കൊണ്ടുവച്ച ഡെഡ് ബോഡി ഞായറാഴ്ച വെളുപ്പാങ്കാലമായപ്പോഴേക്കും ഉയർത്തെഴുന്നേറ്റു, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പോലെ. എന്നിട്ട് യേശു ഈ കല്ല് അകത്ത് നിന്ന് ഉരുട്ടി അങ്ങോട്ട് മാറ്റി സൈഡിലോട്ട്. എന്നിട്ട് യേശു പുറത്തോട്ട് പോയി. അങ്ങനെ അത് യേശു തന്നെയാണ് ഉരുട്ടി മാറ്റിയതെന്ന് വേണമെങ്കിൽ നമുക്ക് ധരിക്കാം. പക്ഷേ അങ്ങനെ യേശുവിന് ഈ കല്ലുരുട്ടി മാറ്റാതെ പുറത്തേക്ക് വരാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. യോഹന്നാന്റെ പുസ്തകത്തിൽ തന്നെ ഇതേ 20-ാം അധ്യായത്തിൽ തന്നെ ഒരു വചനമുണ്ട്. അത് ഇതാണ് 26-ാം വചനം. ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ആഫ്റ്റർ 8 days the disciples were again within and Thomas was with them. within എന്ന് വെച്ചാൽ മുറിയുടെ അകത്തായിരുന്നു. Then came Jesus, the doors being shut, and stood in their midst and said, peace be unto you. അതായത് അടച്ചു കിടക്കായിരുന്നു മുറി, പക്ഷേ യേശു മുറിയുടെ ഉള്ളിൽ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുവിന് ഒരു മുറിയുടെ അകത്തേക്ക് കയറണമെങ്കിൽ, ആ മുറി അടച്ചിട്ടിരിക്കണമെങ്കിൽ അവിടെ മുട്ടി വിളിച്ച് ആരെങ്കിലും വന്ന് വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ യേശുവിന് കയറാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോ അങ്ങനെയാണെങ്കിൽ യേശുവിന് ഈ കല്ലറക്കകത്തുനിന്നും കല്ലറയുടെ വാതിൽ മാറ്റാതെ തന്നെ പുറത്ത് കിടക്കാമല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ സംഭവിച്ചിരിക്കുന്നത്. ആരോ കല്ലറയുടെ വാതിൽ ഉരുട്ടി മാറ്റിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം
കല്ലറയുടെ വാതിൽ ഉരുട്ടി മാറ്റിയത് യേശു അല്ല എന്നാണ്. അപ്പൊ പിന്നെ ആരാണ് ഇത് ഉരുട്ടി മാറ്റിയത്? ആരുരുട്ടി മാറ്റി? എന്തിനുരുട്ടി മാറ്റി? അത് ഞാൻ പറയുന്നത് അത് അരിമധ്യ ജോസഫ് തന്നെ ഉരുട്ടി മാറ്റി എന്നാണ് പറയുന്നത്. അരിമധ്യ ജോസഫാണ് അത് മൂടി വെച്ചത്. അത് കഴിഞ്ഞിട്ട് അരിമധ്യ ജോസഫ് പോയി, പിശാചു ബാധിച്ച അരിമധ്യ ജോസഫ് വീണ്ടും വന്നു, കല്ലറയുടെ വാതിൽ ഉരുട്ടി മാറ്റി. എന്നിട്ട് ഈ കല്ലറ വളരെ വലിയ കല്ലറയാണ്. ഇയാള് വർഷങ്ങളായിട്ട് പണിയെടുക്കണേ, പിശാചു ബാധിച്ച മനുഷ്യൻ. അപ്പോൾ പിന്നെ യേശുവിൻ്റെ ബോഡി കത്തിച്ച് കളയാനുള്ള, ഡെഡ് ബോഡി, ശവശരീരം കത്തിച്ച് കളയാനുള്ള, ഒന്നാമത് യേശുവിൻ്റെ ബോഡി മൂടി വെച്ചിരിക്കുന്ന ലിനൻ സ്ട്രൈപ്സ്, ലിനൻ തുണി കഷ്ണങ്ങൾ കൊണ്ടാണ് മൂടിയേക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. സ്ട്രൈപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നിലേറെ തുണി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതും കുറച്ച് വിറകും ഉണ്ടെങ്കിൽ യേശുവിൻ്റെ ബോഡി ഈ ഗുഹക്കകത്തിട്ട് തന്നെ കത്തിച്ച് ദഹിപ്പിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ദഹിപ്പിച്ച് ആ ചാരമെടുത്തിട്ട് ഈ പറയുന്ന ഗാർഡനിലോട്ട് അങ്ങോട്ട് എറിഞ്ഞു കളയുക. എന്നിട്ട് വാതിൽ തുറന്നു വെക്കുക. എന്തിന്? മണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ആരും എന്തോ കത്തിച്ചിട്ടുണ്ടെന്ന് ആർക്കും തോന്നരുത്. അതിന് വേണ്ടിയിട്ട്, മണം പോകാൻ വേണ്ടിയിട്ട് അരിമധ്യ ജോസഫ് തന്നെ വാതിൽ ഉരുട്ടി മാറ്റിയിട്ട് പോവുകയാണ് ഉണ്ടായത്. ഇനി അപ്പോൾ പിന്നെ ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ വന്ന യേശു ഏതാണ് എന്ന് ചോദിച്ചാൽ, ശിഷ്യന്മാരുടെ മുമ്പിൽ വന്ന യേശു ഭൂതമാണ്, ഗോസ്റ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം യോഹന്നാന്റെ പുസ്തകം ഇവിടെ തന്നെ 20-ാം അധ്യായം, നിങ്ങൾ അതൊന്ന് കണ്ടോളൂ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 17-ാം വാക്യം. പതിനഞ്ചാം വാക്യം മുതൽ വായിക്കാം. അപ്പോൾ ഇതിൻ്റെ സന്ദർഭം എന്ന് വെച്ചാൽ, മറിയം മഗ്ദലേന ആദ്യം വന്നു, കുഴിക്കൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഈ കുഴിയുടെ മൂടി ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടിട്ട് അവൾ നേരെ, then she ran and came to Simon Peter and to the other disciple whom Jesus loved. അതായത് ഇവരൊക്കെ എവിടെയാണ് താമസിക്കണേന്ന് ഇവൾക്ക് നല്ല നിശ്ചയമുണ്ടെന്ന് അർത്ഥം. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം ഇവർ എല്ലാവരും കൂടി ഒരേ സ്ഥലത്ത് നിന്നാണെന്ന്. സൈമൺ പീറ്ററും മറ്റ് ഡിസൈപ്പിൾസൊക്കെ എവിടെയാണോ ഇരുന്നത് അവിടെ നിന്ന് തന്നെയാണ് മേരി മഗ്ദലേന നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ കുഴിയുടെ അടുത്ത് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇത് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ തിരിച്ച് സൈമൺ പീറ്ററിൻ്റെ അടുത്തും ശിഷ്യന്മാരുടെ അടുത്തും പോണേ. എന്നിട്ട് അവൾ പറയണേ, ആൻഡ് സെഡ് unto them. Then she ran and came to Simon Peter and to the other disciple whom Jesus loved, and said unto them, They have taken away the Lord out of the sepulchre, and we know not what they have laid, where they have laid him. അതായത് ആരോ യേശുവിൻ്റെ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. പക്ഷേ ആ ബോഡി എവിടെയാണ് കൊണ്ടുപോയി വെച്ചേക്കണേന്ന് ഇവക്ക് അറിഞ്ഞുകൂടാ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന ദൈ ആരാണ്? അതായത് ഇവളിവിടെ ഉദ്ദേശിക്കുന്ന അരിമധ്യ ജോസഫും നിക്കോദമസും ആവാം. കാരണം ആകെ രണ്ടുപേരെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. ഈ ബോഡി അവിടെ വെച്ച കാര്യം ഇത് അവർക്ക് മാത്രമല്ല അറിയാൻ പാടുള്ളൂ. ഇങ്ങനൊരു അവിടെ ഒരു ശവകുടീരം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അവർ ബോഡി വെച്ചൊക്കെ മേരി മഗ്ദലേനെ കണ്ടതാണല്ലോ. അപ്പോൾ ഇവിടെ ദൈ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിക്കവാറും നമുക്ക് അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉദ്ദേശിച്ചത് നിക്കോദമസിനെയും അരിമധ്യ ജോസഫിനെയുമാണ്. Peter therefore went forth and that other disciple and came to the sepulchre. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ പത്രോസും മറ്റേ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, നമ്മുടെ തുണിയില്ലാണ്ട് അണ്ടർവെയറിൽ ഇല്ലാണ്ട് ഓടിയ ശിഷ്യനില്ലേ അയാളും, അതായത് യോഹന്നാൻ, അവർ സെപ്പൾച്ചറിലോട്ട് വന്നു, കുഴിമാടത്തിലേക്ക് വന്നു. ആൻഡ് ദേ ബോത്ത് റാൻ ടുഗദർ. രണ്ടുപേരും ഒരുമിച്ചാണ് ഓടിയത്. എന്തിനാണ് ഇവർ ഓടിപ്പോയത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ്. ഇവർക്ക് യഹൂദരെ പേടിയാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ യഹൂദരെ കണ്ണിൽപ്പെട്ടാലോ, മനസ്സിലായോ? അങ്ങനെ പേടിയുള്ളതുകൊണ്ടാണ് ഇവർ ഓടിപ്പോയത്, സ്പ്രിൻ്റ് അടിച്ചത്. ആൻഡ് ദി അതർ ഡിസൈപ്പിൾ ഔട്ട് റാൻ പീറ്റർ.
യോഹന്നാൻ, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, പത്രോസിനേക്കാളും വേഗത്തിലോടി. ആൻഡ് കെയിം ഫസ്റ്റ് ടു ദ സെപ്പൾച്ചർ. ആദ്യം ഈ കല്ലറയുടെ മുമ്പിലെത്തി. ആൻഡ് സ്റ്റൂപ്പിംഗ് ഡൗൺ ആൻഡ് ലുക്കിംഗ് ഇൻ, ഈ സോ ദ ലിനൻ ക്ലോത്ത്സ് ലൈയിങ്, യെറ്റ് ഹി വെന്റ് നോട്ട് ഇൻ. കണ്ടോ, ഇതാണ് ഞാൻ പറയുന്നത് പേടി എന്ന് പറഞ്ഞാൽ. അതായത് രണ്ടുപേരും കൂടി യേശുവിൻ്റെ ശവക്കല്ലറയിലേക്ക് ഓടണേ. ആദ്യം എത്തിയത് യോഹന്നാനാണ്. പക്ഷേ യോഹന്നാൻ ആ കല്ലറയുടെ വാതിക്കൽ നിന്നിട്ട് കുനിഞ്ഞ് അകത്തോട്ട് നോക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ അകത്തോട്ട് പോയില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് പോയില്ല? കാരണം യോഹന്നാൻ പത്രോസിനേക്കാളും വളരെ വേഗത്തിലോടി ആദ്യം കല്ലറയുടെ മുമ്പിൽ വന്നു. അപ്പോൾ യോഹന്നാൻ ഒറ്റക്ക് നിൽക്കണതാണ് കല്ലറയുടെ മുമ്പിൽ, ഈ ഗോൽഗോത്തയിൽ. യോഹന്നാന് പേടിയാണ് അകത്തോട്ട് പോകാനായിട്ട്. പേടി കാരണമാണ് പോകാൻ. അപ്പോൾ പുരുഷനായ യോഹന്നാൻ പോലും പേടിച്ച് അകത്തോട്ട് പോകാതിരിക്കണം. അത് ഇപ്പൊ കുറച്ച് സമയം കഴിഞ്ഞു, ഇപ്പൊ നേരം വെളുത്തു. മറിയ മഗ്ദലന സ്ത്രീയാണ്. എന്നിട്ട് അവള് നേരം വെളുക്കണതിന് മുമ്പ് തന്നെ ഇരുട്ടത്ത് തന്നെ ഈ കല്ലറയുടെ അടുത്തേക്ക് പോയി എന്ന് പറയുന്നതിന്റെ അർത്ഥം അവൾ പിശാച് ബാധിച്ച് അവൾക്ക് സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവളുടെ നിയന്ത്രണം യേശു എന്ന് പറയുന്ന പിശാചിന്റെ കയ്യിലായിരുന്നു എന്നതാണ് അതിന്റെ കാരണം. ഓക്കെ, അപ്പോ യോഹന്നാൻ അകത്തേക്ക് കയറാതിരുന്നതിന്റെ കാരണം ഇതാണ്, പേടി കാരണമാണ്. ആൻഡ് സ്റ്റൂപ്പിംഗ് ഡൗൺ ആൻഡ് ലുക്കിംഗ് ഇൻ, ഹി സോ ദ ലിനൻ ക്ലോത്ത്സ് ലൈയിങ്. ആ ലിനൻ ക്ലോത്ത്സ് അവിടെ കിടക്കുന്നത് കണ്ടു. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ യേശു ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ ഉയർത്തെഴുന്നേൽപ്പ് നാടകമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഈ കല്ലറയുടെ അകത്ത് തന്നെ, ഈ 10 പേർക്ക് നിൽക്കാൻ സൗകര്യമുള്ള കല്ലറയുടെ അകത്ത് തന്നെ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് യേശുവിൻ്റെ ഡെഡ് ബോഡി ഈ അരിമധ്യ ജോസഫിനെ കത്തിച്ചു കളയാനുള്ള സകല തയ്യാറെടുപ്പുകൾ. മനസ്സിലായോ? അപ്പോൾ യേശുവിനെ പൊതിഞ്ഞിരുന്ന ലിനൻ ക്ലോത്ത്സ് അവിടെ ചുരുട്ടി മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു. യെറ്റ് ഹി വെന്റ് നോട്ട് ഇൻ, എങ്കിലും അയാൾ അകത്തോട്ട് പോയില്ല. അതിൻ്റെ കാരണം ഭയമാണ്. ദെൻ കെയിം സൈമൺ പീറ്റർ ഫോളോവിങ് ഹിം ആൻഡ് വെന്റ് ഇൻ ടു ദ സെപ്പൾച്ചർ. അത് കഴിഞ്ഞപ്പോൾ ഇയാളിത് നോക്കിക്കഴിഞ്ഞപ്പോൾ, അത്രയും സമയവും കൂടി ലാപ്സ് ആയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇയാൾ കുനിഞ്ഞ് അതോട് നോക്കി കഴിയലും സൈമൺ പീറ്റർ വന്നു. അയാളാവട്ടെ നേരെ അകത്തോട്ട് കയറി. ദെൻ കെയിം സൈമൺ പീറ്റർ ഫോളോവിങ് ഹിം ആൻഡ് വെന്റ് ഇൻ ടു ദ സെപ്പൾച്ചർ. ആ കല്ലറയുടെ അകത്തോട്ട് കയറി. ആൻഡ് സോ ദ ലിനൻ ക്ലോത്ത്സ് ആസ് ദൈ ലേ, അവിടെ കിടക്കുന്നത് ലിനൻ ക്ലോത്ത്സ് അവിടെ കിടക്കുന്നത് യേശുവിൻ്റെ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ ഉപയോഗിച്ച, ഡെഡ് ബോഡിയെ പൊതിയാൻ ഉപയോഗിച്ച ലിനൻ ക്ലോത്ത്സ്, ലിനൻ തുണി അവിടെ കിടക്കുന്നത് അയാൾ കണ്ടു. അപ്പോൾ ആദ്യം വന്നത് യോഹന്നാനാണ്. പക്ഷെ യോഹന്നാൻ അകത്തോട്ട് കയറണില്ല. പിന്നീടാണ് സൈമൺ പീറ്റർ വന്നത്. പക്ഷെ അയാൾ അകത്തോട്ട് കയറി. കാരണം എന്താണ്? കാരണം ഇവർ തമ്മിലുള്ള ഓട്ടത്തിന്റെ ഡിസ്റ്റൻസ് ആണ് കാരണം. മനസ്സിലായോ? ഒരു 10 സെക്കൻഡ് മുമ്പ് തന്നെ നമ്മുടെ ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, അതായത് യോഹന്നാൻ, 10 സെക്കൻഡെങ്കിലും പത്രോസിന് മുന്നേ യോഹന്നാൻ ഈ സ്ഥലത്തെത്തി. അപ്പോൾ അയാളവിടെ ഒറ്റക്കാണ്, ആരുമില്ല. അയാൾ പേടിച്ച് അകത്തോട്ട് കയറാണ്ട് കുനിഞ്ഞു നോക്കണേ. പക്ഷെ പത്രോസ് വരുമ്പോൾ യോഹന്നാൻ കുഴിയുടെ ഈ ശവക്കല്ലറുടെ മുമ്പിലേക്കണേ. അയാൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അയാൾ ഓടി അകത്തോട്ട് കയറി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് സോ ദ ലിനൻ ക്ലോത്ത്സ് ആസ് ദേ ലേ ആൻഡ് ദ നാപ്കിൻ ദാറ്റ് ഹാഡ് ബീൻ അബൌട്ട് ഹിസ് ഹെഡ്, യേശുവിൻ്റെ തലയിലുണ്ടായിരുന്ന ഒരു നാപ്കിൻ, നോട്ട് ലൈങ് വിത്ത് ദ ലിനൻ ക്ലോത്ത്സ് ബട്ട് റാപ്പ് ടുഗെദർ ഇൻ എ പ്ലേസ് ബൈ ഇറ്റ് സെൽഫ്. അത് ചുരുട്ടി നല്ലതുപോലെ അവിടെ വെച്ചേക്കണം. Then the other disciple who came first to the sepulchre went in also. ഇപ്പോൾ യോഹന്നാനെ പത്രോസ് അകത്തുണ്ടല്ലോ, പിന്നെ അയാൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ആൾ അകത്തോട്ട് വരും. ആൻഡ് he saw and believed. And he saw and believed. എന്ത് സോ? what did he saw? what did he see? അയാൾ കണ്ടത് ഈ തുണി അവിടെ പൊതിഞ്ഞു വെച്ചേക്കണ മാത്രമാണ്. ആൻഡ് he believed എന്ന്. എന്ത് ബിലീവ് ചെയ്തു ഇയാള്? യേശു ഉയർത്തെഴുന്നേറ്റ് ഒന്ന് ബിലീവ് ചെയ്തോ? ആണോ? അതോ മഗ്ദലേന ഇവളോട് പറഞ്ഞത്
ഇവരോട് പറഞ്ഞത്. അതായത് യേശുവിൻ്റെ ഡെഡ് ബോഡി, ദേ ഹാവ് ടേക്കൺ അവേ ദ ലോർഡ് ഔട്ട് ഓഫ് ദ സെപ്പൾച്ചർ. യേശുവിൻ്റെ ഡെഡ് ബോഡി ഈ കല്ലറയിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ബിലീവ് ചെയ്തു. എന്താണ് ഈ പറഞ്ഞത്? ആൻഡ് ബിലീവ്ഡ് എന്ന് എഴുതി വെച്ചേക്കണം. അപ്പൊ തള്ളി ഇവിടെ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റത് വിശ്വസിച്ചു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എൻ്റെ എന്താ പറയുക, വ്യംഗ്യം അതാണ്. ഫോർ ആസ് യെറ്റ് ദേ ന്യൂ നോട്ട് ദ സ്ക്രിപ്ചർ ദാറ്റ് ഹി മസ്റ്റ് റൈസ് അഗെയിൻ ഫ്രം ദി ഡെഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സമയത്ത് പോലും യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അന്ന് ഞായറാഴ്ച രാവിലെ പോലും അവർക്ക് അറിയില്ലായിരുന്നു ഹി മസ്റ്റ് റൈസ് അഗെയിൻ ഫ്രം ദ ഡെഡ്. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്നത് അവർക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് പോലും, ശിഷ്യന്മാർക്ക് പോലും അറിയാൻ പാടാത്ത കാര്യം മത്തായിയുടെ പുസ്തകത്തിൽ യഹൂദർ അറിഞ്ഞിരുന്നു യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നു, ശിഷ്യന്മാർ പറയുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ കാവൽ നിർത്തണം, കുഴിക്ക്, എന്നിട്ട് കാവൽ നിർത്തി എന്നൊക്കെ പറയുന്നത് പച്ച കള്ളമണം തെളിഞ്ഞില്ലേ? മനസ്സിലാക്കുക. യേശു കള്ളനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന മുറയ്ക്ക് കാർത്തിക്കാണ് അന്തിക്രിസ്തു എന്നും നിങ്ങൾ അറിയും. ഓക്കെ, അതല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. നൗ ലിസൺ. ഇനി അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി കണ്ടോട്ടോ. നിങ്ങളെ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. യേശു ഉയർത്തെഴുന്നേറ്റത് ഭൂതമാണ്, അല്ലാണ്ട് ഉയർത്തെഴുന്നേൽപ്പൊന്നും അല്ല. യേശുവിൻ്റെ ഡെഡ് ബോഡി ഈ അരിമത്യ ജോസഫിനെ കത്തിച്ചു കളഞ്ഞു. പക്ഷെ പിന്നീട് ഇവരുടെ മുമ്പിൽ വന്നത് ഈ ഗോസ്റ്റ് ആണ് വന്നതെന്ന് കൃത്യമായിട്ട് ഇനി വരുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൂടി ഒന്ന് കേട്ടോളൂ. Then the disciples went away again unto their own home. എന്ത് തള്ളാണെന്നറിയോ ഈ പറഞ്ഞ? ഈ തള്ളു ഇതുപോലത്തെ ഒരു തള്ളുണ്ടോ? അതിനുശേഷം ഡിസൈപ്പിൾസ് അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അവരുടെ സ്വന്തം വീട്ടിലല്ല അവർ കഴിയണത്. അവർ കഴിഞ്ഞിരുന്നത് ഈ അവസാനത്തെ അത്താഴം നടന്ന ഒരു വീടുണ്ടല്ലോ, അവിടുത്തെ മാളിക മുറി, അവിടെയാണ് അവർ കഴിയുന്നത്. ജെറുസലേമിൽ തന്നെയുള്ള സ്ഥലമാണത്. ഇവരുടെ സ്വന്തം വീട്, ഇവർ ഗലീലിക്കാരാണ്. സ്വന്തം വീട് ഒരു 100-150 കിലോമീറ്റർ ദൂരെ. മനസ്സിലായോ? അവിടെയാണ് സ്വന്തം വീട്. എന്നിട്ട് എഴുതി വെച്ചേക്കാണ് അവർ ഇത് കഴിഞ്ഞിട്ട് അവരുടെ സ്വന്തം വീട്ടിലോട്ട് പോയിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോവാണ്, സ്വന്തം വീട്ടിൽ എത്തണമെങ്കിൽ 2-3 ദിവസം എടുക്കും. ഇതേ ദിവസം തന്നെ രാത്രി യേശു ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ വരുന്നുണ്ട്. എവിടെ? ജെറുസലേമിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ പിന്നെ അവർ സ്വന്തം വീട്ടിൽ പോയിന്ന് ഈ പറയുന്നത് കള്ളമില്ലേ? ഒരു കള്ളത്തിന് പിറകെ മറ്റൊരു കള്ളം, അതിന് പിറകെ മറ്റൊരു കള്ളം. ഇങ്ങനെ കള്ളം മാത്രം എഴുതി വച്ചിരിക്കുന്ന ഈ പുസ്തകത്തെ ആണ് ക്രിസ്ത്യാനികൾ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിശ്വസിക്കുന്നത്. ഇതാണ് എല്ലാത്തിൻ്റെയും കുഴപ്പം, അതിന് കാരണം. നിങ്ങൾ മനസ്സിലാക്കിയത് കള്ളമാണെന്ന്. ഓക്കെ, ഇനി അടുത്ത കാര്യം പറയാം. അടുത്ത വചനം, ഇത് 10-ാം വചനം ഉണ്ട്. യോഹന്നാന്റെ പുസ്തകം 20-ാം അധ്യായം 10-ാം വചനം. Then the disciples went away again unto their own home. ഇത് ആരാണ് എഴുതണത്? യോഹന്നാനാണ് എഴുതണത്. യോഹന്നാന്റെ വീട്ടിലേക്ക്, ഗലീലിയിലേക്ക് പോയി എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് എഴുതണ യോഹന്നാൻ അല്ല എന്ന് തെളിഞ്ഞില്ലേ? യോഹന്നാൻ ഇങ്ങനെ ഒരു തള്ളുവിടേണ്ട കാര്യമുണ്ടോ? യാതൊരു കാര്യമില്ല. ഇത് എഴുതിയിരിക്കുന്നത് ഈ സുവിശേഷം എന്നും പറഞ്ഞ് ഈ സാധനം എഴുതിയിരിക്കുന്നത് പിശാചാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കള്ളമല്ലാതെ മറ്റൊന്നുമില്ല, കള്ളം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. Okay, then the disciples went away again unto their own home, but Mary stood outside at the sepulchre weeping. അപ്പോൾ യേശുവിൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയി. പക്ഷെ മേരി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കണമായിരുന്നു. അയ്യോ യേശു പോയേ എന്ന് പറഞ്ഞു, യേശുവിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആൻഡ് ആസ് ഷീ വെപ്റ്റ് ഷീ സ്റ്റൂപ്ഡ് ഡൗൺ ആൻഡ് ലുക്ക്ഡ് ഇൻടു ദ സെപ്പൾച്ചർ. അവൾ ഇങ്ങനെ കരഞ്ഞുണ്ട്. അപ്പോൾ ഡിസൈപ്പിൾസ് ഈ ഒരു കുന്നിൻ്റെ മുകളിലാണിത്, ഈ ഗൊൽഗൊത്ത എന്ന് പറയണത്. ഡിസൈപ്പിൾസ് ഈ കുന്നിൽ നിന്ന് ഇറങ്ങണല്ലേ. ഇത് നിങ്ങൾ ഭാവനയിൽ കാണണം, എന്നാൽ മാത്രമേ സംഭവം മുഴുവൻ നിങ്ങൾക്ക് വ്യക്തമാകണമെങ്കിൽ അല്പം ഭാവനയും കൂടി പ്രവർത്തിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയണം. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു കുറ്റാന്വേഷണം എന്ന് പറയുമ്പോൾ അതിൽ ഭാവനയ്ക്കും വലിയ പങ്കുണ്ട്. ഇത് 2000 വർഷം മുമ്പ് നടന്ന കുറ്റകൃത്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാവനയും
ഞാനീ പറയുന്നതിനോടൊപ്പം ഭാവനയും പ്രവർത്തിക്കണം. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മറിയ മഗ്ദലേന ചെന്നു, പത്രോസും യോഹന്നാനും ഇവിടെ വന്നു. അവർ രണ്ടുപേരും യേശുവിൻ്റെ കല്ലറയുടെ അകത്ത് കയറി. അവർ തിരിച്ചു പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ മറിയ മഗ്ദലേന അവിടെ കരഞ്ഞുകൊണ്ട് നിന്നു കല്ലറയുടെ മുമ്പിൽ. എന്നിട്ട് അവൾ ഇങ്ങനെ കുനിഞ്ഞ് അകത്തോട്ട് നോക്കി, കല്ലറയുടെ അകത്തേക്ക്. ആൻഡ് സോ 2 angels in white. 2 ഏഞ്ചൽസിനെ അവൾ കണ്ടു, വെള്ള നിറം വസ്ത്രം ധരിച്ചവർ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പത്രോസും യോഹന്നാനും വന്നല്ലേ ഉള്ളൂ. അപ്പം അവരുടെ മുമ്പിൽ ഈ ഏഞ്ചൽസ് എന്തേ വരാഞ്ഞത്? ആണുങ്ങളുടെ മുമ്പിൽ വരൂല എന്ന് വല്ല വ്രതം എടുത്തിട്ടുണ്ടോ ഏഞ്ചൽസ്? പെണ്ണിൻ്റെ മുമ്പിൽ മാത്രം വരുവുള്ളൂ. അതൊരു വലിയൊരു പോയിന്റാണത്. അതിങ്ങൾ മനസ്സിലാക്കണം. അതിന് എല്ലാത്തിനും കാരണമുണ്ട്. കാരണം കൂടാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അതും ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ബട്ട് മേരി സ്റ്റുഡ് outside at the sepulchre weeping, and she wept. As she wept, she stooped down and looked into the sepulchre and saw 2 angels in white sitting, one at the head and the other at the feet where the body of Jesus had lain. അതെങ്ങനെ ഇവൾക്ക് മനസ്സിലാവും? ഒരു നോക്കൂ, ബൈബിളിൽ പറയുന്നുണ്ട് യേശുവിൻ്റെ ബോഡി എങ്ങനെയാണ് വെച്ചതെന്ന് അവർ കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് യേശുവിൻ്റെ ബോഡി അവിടെ വെച്ചത് മറിയ മഗ്ദലേനക്ക് കാണാൻ പറ്റൂല. കാരണം ഇരുട്ടത്തായിരുന്നു ആ പരിപാടി കിടന്നത്. അർദ്ധരാത്രി സമയത്താണ് യേശുവിൻ്റെ ബോഡി അവിടെ ഈ ഗുഹയുടെ അകത്ത് കൊണ്ട് വെച്ചേക്കണത്. തല എവിടെയാണ് വെച്ചേക്കണത്, കാലെവിടെ വെച്ചേക്കണതെന്ന് എങ്ങനെ കാണാനാ, എങ്ങനെ അറിയാൻ പറ്റത്തില്ല. പക്ഷെ അത് പോട്ടെ, അതൊക്കെ ഒരു മൈനറായിട്ടുള്ള കാര്യങ്ങൾ, ഇഷ്യൂസാണ്. അത് ഞാൻ എലാബറേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് സോ 2 angels in white sitting. ഓക്കെ, ഒരാൾ യേശുവിൻ്റെ പാദത്തിങ്കലും ഒരാൾ യേശുവിൻ്റെ തലഭാഗത്തും. ആൻഡ് they said unto her, woman, why weepest thou? നീ എന്തിനാണ് കരയണത്? ഒന്നും അറിയാൻ പാടില്ല കേട്ടോ, ഏഞ്ചൽസിനൊന്നും അറിയില്ല. ഏഞ്ചൽസ് മറിയനോട് ചോദിക്കണേ, നീ എന്തിനാണ് കരയണത്? She said unto them, because they have taken away my Lord. അവർ എൻ്റെ ലോർഡിനെ, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. ആൻഡ് ഐ നോ നോട്ട് where they have laid him. അവനെ എവിടെ കൊണ്ടേ വെച്ചു എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആൻഡ് വെൻ ഷീ ഹാഡ് thus said, she turned around and saw Jesus standing and knew not that it was Jesus. എങ്ങനെയുണ്ട് പരിപാടി? ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് നിങ്ങൾ ഭാവനയിൽ കാണുക, മറിയം മഗ്ദലേന കുനിഞ്ഞിട്ട് ഈ യേശുവിനെ ഡെഡ് ബോഡി മറവ് ചെയ്തിരുന്ന കല്ലറയുടെ അകത്തേക്ക് നോക്കിയപ്പോൾ യേശുവിൻ്റെ ബോഡി കിടന്നിരുന്ന സ്ഥലത്ത് തലഭാഗത്ത് ഒരു ഏഞ്ചലും കാൽ ഭാഗത്ത് ഒരു ഏഞ്ചലും നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കണേ. അത് സംസാരിച്ചിട്ട് അവൾ പറയണേ, യേശു എൻ്റെ കർത്താവിനെ അവരെങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി, എനിക്കറിയാൻ പാടില്ല എവിടെ കൊണ്ട് ഇട്ടെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ, ആൻഡ് വെൻ ഷീ ഹാഡ് thus said, ഇത് പ്രകാരം പറഞ്ഞപ്പോൾ, ഷീ ടേൺഡ് അറൗണ്ട് ആൻഡ് സോ ജീസസ് സ്റ്റാൻഡിങ്. അവൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ യേശു അവിടെ നിൽക്കുന്നത് കണ്ടു. ആൻഡ് ന്യൂ നോട്ട് ദാറ്റ് ഇറ്റ് വാസ് ജീസസ്. പക്ഷേ അവൾക്ക് മനസ്സിലായില്ല ഇത് യേശു ആണെന്ന്. അതെന്താ അങ്ങനെ? എന്താ മനസ്സിലാഞ്ഞേ? എല്ലാത്തിനും കാരണമുണ്ട്. അത് മനസ്സിലാകാൻ അവളത് മനസ്സിലാകരുത് എന്ന് യേശു വിചാരിച്ചിരുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ വിചാരിച്ചത്? നൗ ബാക്കിയോട് കേട്ടോളൂ. And when she had thus said, she turned around and saw Jesus standing and knew not that it was Jesus. Jesus said unto her, woman, why weepest thou? നീ എന്തിനാ കരയണത് സ്ത്രീയെ? whom seekest thou? നീ ആരെയാണ് അന്വേഷിക്കണത്? she supposing him to be the gardener. അതായത് അവൾ വിചാരിച്ചു യേശു ഗാർഡനർ ആയിരുന്നു. അതായത് ഗാർഡനറിന്റെ വേഷത്തിലാണ് യേശു വന്നിരിക്കുന്നത്. അവിടെ ഒരു ഗാർഡൻ ഉണ്ടല്ലോ, അപ്പോൾ ഗാർഡനറുടെ വേഷത്തിലാണ് യേശു വന്നിരിക്കുന്നത്. പക്ഷേ നോക്കൂ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കണേ, എൻ്റെ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാമല്ലോ. ഇപ്പം ഞാനൊരു വേഷം മാറി വേറൊരാളുടെ വേഷത്തിൽ വന്നാലും എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങൾ എന്നെ മനസ്സിലാക്കൂലേ?
ഇത് കാർത്തികാണെന്ന് മനസ്സിലാക്കൂലേ? പക്ഷേ മറിയം മഗ്ദലന യേശുവിന്റെ കൂടെ എപ്പോഴും ഒട്ടിച്ചേർന്നിരുന്ന ആളായിരുന്നു. എന്നിട്ടും യേശുവുമായിട്ട് സംസാരിച്ചിട്ട് പോലും, യേശുവിന്റെ ശബ്ദം കേട്ടിട്ട് പോലും മറിയം മഗ്ദലനയ്ക്ക് അത് യേശു ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താണ്? ശബ്ദവും മാറ്റി, രൂപവും മാറ്റി. രൂപത്തിൽ മാത്രമല്ല, എന്താണ്, രൂപത്തിൽ മാത്രമല്ല സാർ, ഭാവത്തിലും ഞങ്ങൾ അങ്ങനെയാണെന്ന് പറയില്ലേ നാടോടിക്കാരില്, അതേപോലത്തെ പണിയാണ് ഈ ചെയ്യുന്നത്. കള്ള തട്ടിപ്പാണ് യേശു കാണിക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റിട്ട് സോക്കോൾഡ് റിസറക്ഷനിലെ ആദ്യത്തെ ഡയലോഗാണിത്. അത് തന്നെ തട്ടിപ്പാണ്. യേശു രൂപവും മാറ്റി ശബ്ദവും മാറ്റിയിട്ടാണ് മറിയയായിട്ട് സംസാരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കണമെന്ന് അതും കൂടി ഞാൻ പറയാം. അതായത് സപ്പോസിങ് ഇപ്പോൾ യേശുവിൻ്റെ രൂപത്തിൽ വന്നു, യേശുവിൻ്റെ ശബ്ദത്തിൽ മറിയനോട് സംസാരിച്ചിരുന്നു എന്നിരിക്കട്ടെ. അതായത് ഇവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗാർഡനറിനെ അല്ല യേശുവിനെ തന്നെയാണ് കണ്ടിരുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഇവൾ നോക്കുമ്പോൾ പത്രോസും യോഹന്നാനും കുന്നിറങ്ങിക്കൊണ്ടിരിക്കണേ, മനസ്സിലായോ? ഒരു വിളിപ്പാടകലെ അവരെ തിരിച്ചു വിളിക്കും. പത്രോസ്, ജോൺ, ഹിയർ ഇസ് ജീസസ്, കം ബാക്ക് എന്ന് പറയും. പണിപോലെയാ. അപ്പൊ അങ്ങനെ അവരെ തിരിച്ചു വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേഷം മാറിയതും ശബ്ദം മാറ്റിയൊക്കെ സംസാരിക്കണത്. ഇപ്പം കാര്യം പിടികിട്ടിയോ? എങ്ങനെയുണ്ട് യേശുവിന്റെ കള്ളത്തരം? എങ്ങനെയുണ്ട്? ഈ കള്ള റാസ്കളാണ് ദൈവപുത്രൻ? ആണ് ഇവനാണോ ദൈവപുത്രൻ? ആലോചിച്ച് നോക്ക്. ഇതേപോലൊരു കള്ളൻ, ഭൂലോക കള്ളൻ, ഈ ലോകത്ത് മനുഷ്യരൂപത്തിൽ പിറന്ന ആളുകളിൽ യേശുവിനെ പോലൊരു കള്ളൻ വേറെയില്ല. പരമകള്ളൻ, മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മറിയം മഗ്ദലനോട് ചോദിക്കണേ, നീ ആരെയാണ്, നീ എന്തിനാണ് കരയണത്? ഒന്നും അറിയാൻ പാടില്ല, യേശുവിനെ അറിയാൻ പാടില്ല. മറിയം എന്തിനാ കരയണേന്ന്, നീ എന്തിനാണ് കരയണത്, നീ ആരെയാണ് അന്വേഷിക്കണം, അത് യേശുവിനെ അറിയാൻ പാടില്ല. അയ്യടാ പാവം യേശു എന്ന് തോന്നും അല്ലേ? പക്ഷേ യേശുവിനെല്ലാം അറിയാം. മറിയ എന്തിനാണ് കരയണത്, മറിയ ആരെയാണ് അന്വേഷിക്കണത് എന്നൊക്കെ അറിയാം. എന്നിട്ടും മറിയ അന്വേഷിക്കണ യേശുവിനാണെന്ന് അറിഞ്ഞിട്ടും യേശുവിൻ്റെ രൂപത്തിൽ വരാതിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം കുറച്ച് ലാപ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് മനുഷ്യർ. അതായത് സമയം പോയില്ലെങ്കിൽ, സമയം പോകും തോറും മറിയം മഗ്ദലനയും പത്രോസും യോഹന്നാനുമായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ ഈ വിളിപ്പാടകലെ എന്ന് പറയില്ലേ, അതിനപ്പുറത്തേക്കാവും. അപ്പം പിന്നെ വിളിച്ചാലും അവർ കേൾക്കൂല. മനസ്സിലായോ? അത്രയ്ക്ക് കൃത്യമായിട്ടാണ് യേശു ഓരോ കാര്യങ്ങൾ ചെയ്യണത്, ആളുകളെ വഞ്ചിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൗശലത്തിൻ്റെ അങ്ങേയറ്റമാണ് നിങ്ങളിവിടെ കാണുന്നത്. അല്ലാണ്ട് ദൈവപുത്രനെ ഒന്നല്ല കാണുന്നത്, പക്കാ കള്ളനെയാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി കൂടി കേട്ടോളൂ. ആൻഡ് വെൻ ഷീ ഹാഡ് thus said, അതായത് ഈ ഗാർഡനറാണെന്ന് തെറ്റിദ്ധരിച്ച യേശുവിനോട്, ബിക്കോസ് ദേ ഹാവ് ടേക്കൺ അവേ മൈ ലോർഡ് ആൻഡ് ഐ നോ നോട്ട് വെർ ദേ ഹാവ് ലെയ്ഡ് ഹിം, എൻ്റെ കർത്താവിനെ അവരെ എങ്ങോട്ടും എടുത്തുകൊണ്ട് പോയി, എനിക്ക് അറിഞ്ഞൂടാ അവരെ എവിടെ കൊണ്ട് കളഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ, ആൻഡ് വെൻ ഷീ ഹാഡ് thus said, അങ്ങനെ പറഞ്ഞപ്പോൾ, ഇപ്രകാരം പറഞ്ഞപ്പോൾ, ഷീ ടേൺഡ് അറൗണ്ട് ആൻഡ് സോ ജീസസ് സ്റ്റാൻഡിങ്. അതിൻ്റെ അർത്ഥം എന്ത്? നേരത്തെ ആദ്യം ഇവള് കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കണേ, അപ്പൊ അവിടെ 2 ഏഞ്ചൽസ് ഇരിക്കണം. സമയം പോയിക്കൊണ്ടിരിക്കണേ. സമയം പോകുന്തോറും പത്രോസ് യോഹന്നാനും അകന്നകന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ ഏഞ്ചൽസ് വന്ന എന്തിനാണെന്നൊക്കെ മനസ്സിലായില്ലേ? ഇത് ഇത്രയുള്ള സംഭവം. ഇനി ഇതിന്റെ ബാക്കിയും കൂടി ഉണ്ട്, അതുകൂടി കേട്ടോളൂ. അതായത് ആദ്യം ഈ 2 ഏഞ്ചൽസിനെ കണ്ടു. അപ്പോൾ മറിയം മഗ്ദലന എങ്ങോട്ടാണ് നോക്കണത്? എങ്ങോട്ട് തിരിഞ്ഞയക്കണം? കുഴിയുടെ അകത്തോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് and as she wept she stooped down and looked into the sepulchre. അപ്പോൾ കുനിഞ്ഞ് ഈ കല്ലറയിലേക്കാണ് നോക്കണം. അപ്പോൾ 2 ഏഞ്ചൽസിനെ കണ്ടു, അവരായിട്ട് സംസാരിക്കുമ്പോൾ, and when she had thus said she turned around and saw Jesus standing. അവൾ ഒന്നും കൂടി തിരിഞ്ഞു. അപ്പോൾ ഇപ്പൊ കുഴിക്ക് അഭിമുഖമായിട്ടല്ല, എതിര് ദിശയിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ?
അപ്പോൾ അപ്പോഴാണ് യേശു ഗാർഡനറുടെ രൂപത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു വീണ്ടും തിരിഞ്ഞു. അപ്പോൾ വീണ്ടും കുഴിയുടെ അങ്ങോട്ട് തന്നെ നോട്ടം. അപ്പോൾ അവിടെ കുഴിയുടെ അകത്ത് യേശു നിൽക്കുന്നത് കണ്ടു. And when she had thus said, she turned around and saw Jesus standing and knew. ഇത് നേരത്തെ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ജീസസ് said unto her, Mary. She turned herself and said unto him, Rabboni. അപ്പോൾ മേരി എന്ന് വിളിച്ചപ്പോൾ വിളിക്കുന്ന ആരാണ്? യേശുവാണ് വിളിക്കുന്നത്. പക്ഷേ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് യേശുവിനോട് തന്നെയാണ്, യേശുവായിട്ട് തന്നെയാണ് നേരത്തെ സംസാരിച്ചത്. പക്ഷേ യേശു സ്വരം മാറ്റി, യേശു രൂപം മാറ്റി, ഗാർഡനറിൻ്റെ വേഷത്തിൽ വന്നു, എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ കല്ലറയ്ക്ക് എതിർവശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണേ, ഗാർഡനിലോട്ട് നോക്കിക്കൊണ്ടിരിക്കണേ. ഗാർഡനിലാണല്ലോ ഗാർഡനർ. അപ്പോൾ അയാളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേരി എന്നൊരു ശബ്ദം കേൾക്കണേ. അപ്പോൾ ഷീ ടേൺഡ് ഹെർസെൽഫ് ആൻഡ് സെഡ് അൺടു ഹിം. വീണ്ടും തിരിഞ്ഞു. അപ്പോൾ വീണ്ടും കല്ലറയുടെ അടുത്തേക്കായി നോട്ടം. അപ്പോൾ എന്താണ് പറയണത്? റബ്ബോനി, വിച്ച് ഇസ് ടു സേ മാസ്റ്റർ. ഗുരു എന്ന് വിളിക്കണേ. ഡാർലിംഗ് എന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. എനിവേ, അപ്പോൾ ഇവള് വീണ്ടും തിരിഞ്ഞു. അപ്പോൾ ഗാർഡനറോട് പോയി. ഗാർഡനർ അപ്രത്യക്ഷനായി. നേരത്തെ ഏഞ്ചൽസിനെ കണ്ടില്ലേ? അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗാർഡനറിനെ കണ്ടു. അപ്പോൾ ഏഞ്ചൽസ് ഡിസപ്പിയർഡായി. എന്താ മായാജാലം! ഗാർഡനറായിട്ട് സംസാരിച്ച് പുറകിൽ നിന്നാണ് വിളി വരുന്നത്. അതുകൊണ്ടാണ് ഷീറ്റ് വേണ്ടെന്ന് എഴുതിയേക്കണത്. മനസ്സിലായോ? അതായത് ഗാർഡനറായിട്ട് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഗാർഡനർ യേശുവാണ്, പക്ഷെ ശബ്ദവും രൂപവും ഒക്കെ മാറ്റിക്കൊണ്ട് സംസാരിക്കണതാണ് യേശു. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മേരി എന്നുള്ള വിളി കേൾക്കണേ. അപ്പോൾ തന്നെ തിരിഞ്ഞു. ഷീ ടേൺഡ് അറൗണ്ട്. ഒന്നും കൂടി തിരിഞ്ഞു. തിരിഞ്ഞിട്ട് റബ്ബോനി എന്ന് വിളിക്കണേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മേരി എന്നുള്ള സ്വരം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി യേശുവിൻ്റെ സ്വരമാണെന്ന്. മനസ്സിലായോ? അപ്പോൾ തിരിഞ്ഞപ്പോൾ കാണുന്നത് യേശുവിനാണ്. ഇപ്പോഴാണ് യേശു യേശുവായിട്ട് വരുന്നത്. യേശുവിൻ്റെ രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും മരണശേഷം ഒരാളുടെ മുന്നേ പ്രത്യക്ഷപ്പെടുന്നത് മറിയ മഗ്ദലേനയുടെ മുന്നേ. അത് ഇവിടെയാണ്. ഏത്? യോഹന്നാന്റെ പുസ്തകം 20-ാം അധ്യായം 16-ാം വാക്യത്തിൽ. അവിടെ യേശുവായിട്ട് വരുമ്പോൾ മറിയ റബ്ബോനി എന്ന് വിളിച്ചിട്ട് യേശുവിനെ കെട്ടിപ്പിടിക്കാൻ പോണേ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളൊരു കാര്യം ചോദിക്കും. ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ഒറ്റ കാര്യം. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കണേ, ഞാൻ നിങ്ങളുടെ ഒരു സുഹൃത്താണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം എന്നെ കുരിശി തിറക്കണം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ കുരിശി കിടന്ന് മരിക്കണത് നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾ എൻ്റെ സുഹൃത്താണ്. നിങ്ങൾക്ക് എന്നെ നല്ലതുപോലെ അറിയാം. എൻ്റെ ശബ്ദം അറിയാം, എൻ്റെ രൂപം അറിയാം, എല്ലാം അറിയാം. പക്ഷെ ഞാൻ കുരിശി കിടന്ന് മരിക്കണം നിങ്ങൾ കാണുന്നത്. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ വൈകുന്നേരം രാത്രി ഒന്ന് മുള്ളാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങണേ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ബാലകൃഷ്ണ എന്ന് പറയണേ. അപ്പം തന്നെ നിങ്ങളുടെ സംഭവം എന്തായിരിക്കും? നിങ്ങൾ ആദ്യം നോക്കണം എന്തായിരിക്കും? ഞാൻ ശരിക്കും മജ്ജയും മാംസവും ഒക്കെ ഉള്ള മനുഷ്യനാണോ, അതോ ഒരു ഗോസ്റ്റ് ആണോ, എൻ്റെ ഗോസ്റ്റ് ആണോ, ചത്തുപോയ എൻ്റെ പ്രേതമാണോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെന്ന് അറിയാനായിട്ട് നിങ്ങൾ എന്നെ തൊട്ട് നോക്കൂലേ? അതല്ലേ നിങ്ങൾ ആദ്യം ചെയ്യുക അല്ലേ? അപ്പോൾ യേശുവായിട്ട് വന്നിട്ട് ആദ്യമായിട്ട് പറയുന്ന വാക്ക് മേരി എന്ന വാക്കാണ്, എന്ന പേരാണ്. മനസ്സിലായോ? മേരി എന്ന പേരാണ്. യേശുവിൻ്റെ 2-ാം ജന്മത്തിൽ യേശു ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഈ പടുവേശിയായ ഈ സ്ത്രീയോടാണ്. യേശുവിൻ്റെ അമ്മയുണ്ട്, അതും മേരിയാണ്. യേശുവിനെ പ്രസവിച്ച സ്ത്രീയുണ്ട്, അവരുടെ അടുത്തല്ല പോണത്. യേശു പോണത്. യേശു ആദ്യം വരുന്നത് ഈ എന്താ പറയണ്ടേ, മഗ്ദലേനക്കാരി മറിയ, കുന്നുമേൽ ശാന്ത, തോപ്പുംപടി സുഹറ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ചരക്കാണിത് ഈ മഗ്ദലേനക്കാരി മറിയ എന്ന് പറഞ്ഞാൽ. ക്രിസ്ത്യാനികൾ ഇവിടെ സെയിൻ്റ് ആക്കിയിട്ടുണ്ട്. സെയിൻറ്റ് മഗ്ദലേന എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇപ്പം മമ്മദ് 6 വയസ്സുള്ള കുട്ടീനെ പീഡിപ്പിക്കണം, മമ്മദ് മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ പറയുന്ന കാലമല്ലേ ഇത്. അപ്പോൾ പിന്നെ ഇവിടെ സെയിൻ്റ് ആക്കണേൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല.
എന്തായാലും പെറ്റ തള്ളയുടെ മുമ്പിൽ പോകാതെ ആ ഇസ്രായേലിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ വേശ്യയുടെ മുമ്പിലാണ് യേശു ചെന്ന് വിടുന്നത്, ചെന്ന് ആദ്യം മുഖം കാണിക്കുന്നത്. അതിൽ നിന്ന് തന്നെ യേശുവിന് സ്വന്തം തള്ളനോട് എന്തുമാത്രം ബഹുമാനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ, ഇല്ലേ? ഇപ്പോൾ നിങ്ങൾ മരിച്ചു, നിങ്ങൾക്ക് ഈശ്വര കൃപയാൽ നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഈശ്വരൻ നിങ്ങളുടെ ജീവനാകുന്ന കിളി നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ പറന്നു വന്നിരുന്നു, നിങ്ങൾ കണ്ണു തുറന്നു. അപ്പൊ നിങ്ങൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന ആരായിരിക്കും? ആരായിരിക്കും നിങ്ങൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ മരണസമയത്ത് നിങ്ങളുടെ അമ്മ ജീവനോടുണ്ടെങ്കിൽ നിങ്ങളുടെ വിയോഗത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുന്ന മനുഷ്യജീവൻ അതായിരിക്കില്ലേ? അമ്മയായിരിക്കില്ലേ? അപ്പൊ നിങ്ങൾ ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ, എന്താ പറയുക, നെഞ്ചിൽ ഈറമുള്ള മനുഷ്യനാണെങ്കിൽ, തമിഴിൽ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കാണേണ്ടത് നിങ്ങളുടെ അമ്മനെ തന്നെയാണ് കാണേണ്ടത്. അമ്മേ, ഞാനിതാ ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു, വിഷമിക്കാതിരിക്കൂ, അങ്ങനെയല്ലേ പറയേണ്ടത്, അല്ലേ? പക്ഷേ യേശു ആദ്യം ചെന്ന് വിടുന്നത് മേരിയുടെ അടുത്ത് തന്നെയാണ് ചെന്ന് വിടുന്നത്. പക്ഷെ മാറിപ്പോയി. യേശുവിൻ്റെ അമ്മ മേരിയല്ല, പറവടി മേരി, അവളുടെ അടുത്താണ് ചെല്ലണത്. അതിൽ നിന്ന് തന്നെ ഇവൻ ദൈവപുത്രനല്ല, പരനാറിയാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ അല്ലാണ്ട് പിന്നെ ഞാൻ എങ്ങനെ പറയും? എങ്ങനെ പറയും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഇത്രയും വൃത്തികെട്ട പിശാചിന്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇത്തരം പദപ്രയോഗങ്ങളില്ലാണ്ട് അത് വെളിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ യേശുവായിട്ട് ആദ്യം തന്നെ വന്നപ്പോൾ മറിയ യേശുവിനെ തൊട്ട് നോക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ തന്നെ യേശു പറഞ്ഞ എന്താണ്? 17-ാം വാക്യം 16-ാം വാക്യം വായിക്കാം. മേരി മഗ്ദലന കെയിം ആൻഡ് 16-ാം വാക്യം, ജീസസ് സെഡ് അൺടു ഹെർ, മേരി ഷീ ടേൺഡ് ഹെർസെൽഫ്. അതായത് ഗാർഡനറായിട്ട് സംസാരിക്കണമായിരുന്നു, എന്നിട്ട് വീണ്ടും അവൾ തിരിഞ്ഞ് നോക്കി. അതായത് മേരി എന്നുള്ള വിളി വന്നത് പിന്നീന്നാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം പിന്നീന്നാണെന്നാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഗാർഡനറും ഡിസപ്പിയർ ആയി, ഏഞ്ചൽസും ഡിസപ്പിയർ ആയി, യേശു മുമ്പിൽ നിൽക്കണേ. അപ്പോൾ തന്നെ ഇവൾ തൊട്ട് നോക്കാൻ പോണേ. അപ്പോൾ തന്നെ ജീസസ് സെഡ് അൺടു ഹെർ, യോഹന്നാന്റെ പുസ്തകം 20-ാം അധ്യായം 17-ാം വാക്യം, കിങ് ജെയിംസ് വെർഷൻ. വേറെ ഒത്തിരി വെർഷനുണ്ട് ഇതേപോലെ പറയുന്നത്. ഇതാണ് പരമപ്രധാനമായ തെളിവ്. ഇതാണ് യേശു ഉയർത്തെഴുന്നേൽക്കുകയല്ല, യേശുവിൻ്റെ ഗോസ്റ്റാണ് വന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. ജീസസ് സെഡ് അൺടു ഹെർ, ടച്ച് മീ നോട്ട്, എന്നെ തൊടരുത്, ഫോർ ഐ ആം നോട്ട് യെറ്റ് അസെൻഡഡ് ടു മൈ ഫാദർ. ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ബിക്കോസ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ തൊടരുത്, എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല. എന്ത് പച്ചക്കള്ളാണെന്നറിയാവൂ ഇത്. ഒന്നാമത് യേശുവും പിതാവും എന്ന് പറഞ്ഞ രണ്ടാൾക്കാരില്ല. ദോസ് ഹു ഹാവ് സീൻ മീ ഹാവ് സീൻ മൈ ഫാദർ. എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെയാണ് കാണുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലും പിതാവ് എൻ്റെ ഉള്ളിലുമാണ്. നീ ഇത്ര കാലമായി എൻ്റെ കൂടെ നിൽക്കുന്നത്, എന്നിട്ടും നീ പിതാവിനെ കാണിച്ചു തരിക എന്ന് എന്നോട് പറയുന്നത് എങ്ങനെ ഫിലിപ്പോസേ എന്ന് യേശു. ഇതിപ്പോൾ ഞായറാഴ്ച വെളുപ്പിനാണ്, വ്യാഴാഴ്ച ഒരു 8 മണി 9 മണി സമയത്ത് യേശു ഫിലിപ്പോസിനോട് പറഞ്ഞല്ലേ. പിന്നെ ഏത് പിതാവിൻ്റെ അടുത്ത് പോണ കാര്യമാണ് പറയണത്? മാത്രമല്ല ഇനി മറ്റൊരു പ്രോബ്ലം കൂടി ഉണ്ട് ഇങ്ങനെ പറയുന്നതിൽ. അതെന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ കൂടെ 2 പേര് കുരിശിൽ തറച്ച് കൊന്നായിരുന്നല്ലോ. അതിലൊരാൾ യേശുവിൽ വിശ്വാസം പ്രകടിപ്പിച്ചു. അപ്പോൾ അയാളോട് യേശു ഒരു ഡയലോഗ് അടിച്ചു. എന്താ പറഞ്ഞത്? അയാളോട് യേശു പറഞ്ഞത്, ഐ ടെൽ യു ദ ട്രൂത്ത്, യു വിൽ ബി വിത്ത് മീ ടുഡേ ഇൻ പാരഡൈസ് എന്നാണ് പറഞ്ഞത്. ഞാൻ നിന്നോട് സത്യമായിട്ടും പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടി പർദീസയിലായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ പർദീസ എന്ന് പറഞ്ഞാൽ എവിടെ? പർദീസയിലാണ് യേശുവിൻ്റെ ഡാഡി ഈവനിങ് വാക്കിന് പോണത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. മനസ്സിലായോ? പർദീസയിലാണ് ഏദൻ തോട്ടമുള്ളത്. അവിടെയാണ് നിത്യജീവന്റെ കനിയുള്ളത്, ഏദൻ തോട്ടത്തിൻ്റെ നടുക്ക്. അപ്പോൾ പർദീസയിലാണ് ഈ ഇവരുടെ ക്രിസ്ത്യാനിയുടെ ദൈവമുള്ളത്. അപ്പോൾ നീ ഇന്ന് എന്നോട് കൂടി പർദീസയിലായിരിക്കുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് യേശു പറഞ്ഞിട്ട്
ഞായറാഴ്ച രാവിലെ മറിയം മഗ്ദലനോട് കൂടി മറിയം മഗ്ദലന മുമ്പിൽ വന്നിട്ട് എന്നെ തുടരുത്, കാരണം ഞാൻ ഇതുവരെ പറുദീസയിൽ പോയിട്ടില്ല, എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമല്ലേ, പച്ചക്കള്ളമല്ലേ. അപ്പോ യേശുവിനെ തുടരുതെന്ന് യേശു പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഓക്കെ, ഈ പറഞ്ഞത് കള്ളം, അപ്പൊ സത്യം ഉണ്ടല്ലോ. ഇപ്പൊ 1 1 3 പറഞ്ഞാല് അത് കള്ളം, അത് തെറ്റ്. പക്ഷെ ശരി ഉത്തരം ഉണ്ടല്ലോ, 1 1 2 പറയണ്ടേ, എന്നാലല്ലേ ശരിയാവുള്ളൂ. അപ്പോ ശരിക്കുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് മറിയം മഗ്ദലനോട്? അപ്പൊ ആദ്യത്തെ ഡയലോഗ് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞ പച്ചക്കള്ളം. കള്ളത്തിൽ നിന്നാണ് തുടങ്ങണ തന്നെ. ഇവനാണോ ദൈവപുത്രൻ? ഈ പരനാറിയാണോ ദൈവപുത്രൻ? ആണോ? ഇങ്ങനെ കള്ളം മാത്രം പറയുന്ന ഈ വൃത്തികെട്ട ജന്തു, വാ തുറന്നാലേ ലൈയിങ് മെഷീൻ. എൻ്റെ സുഹൃത്ത് വിനോദ് കുമാർ ഇടക്കിടക്ക് പറയും ലൈയിങ് മെഷീനാണ് ജീസസ് എന്ന് പറയും. അദ്ദേഹം പറയുന്ന പോലെ ഈ നുണ പറയുന്ന ഒരു യന്ത്രം. ഇതാണോ ദൈവപുത്രൻ? ആണോ? ഇതാണോ ദൈവപുത്രൻ? ആലോചിച്ച് നോക്കൂ. ഇത്രയും നുണ പറഞ്ഞൊരു വ്യക്തിത്വം ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ദൈവപുത്രനാവും? പരന്നറിയുന്നല്ല, അതൊക്കെ വളരെ ചെറിയ ടേമാണ് ജീസസിനെ സംബന്ധിച്ചാവുമ്പോൾ. കാരണം ലോകത്തിലുള്ള എല്ലാ സ്വെയറിങ് വേർഡ്സ്, എല്ലാ ഈ എന്താ പറയുക, തെറിവാക്കും, ആരിലാണോ അത് ആപ്റ്റ് ആവുന്നത് അത് ജീസസിലാണ്. അത്രക്ക് വലിയ ചതിയല്ലേ ചെയ്യണത്, അല്ലേ? യേശു പറഞ്ഞ എന്നെ തുടരുത്, കാരണം ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. ടച്ച് മീ നോട്ട്, ഫോർ ഐ ആം നോട്ട് യെറ്റ് അസെൻഡഡ് ടു മൈ ഫാദർ. യേശു ബൈബിൾ പ്രകാരം എപ്പോഴാണ് യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോണത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം. 40 ദിവസം കഴിഞ്ഞ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട്, സോക്കോട് ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോണത്. അപ്പോൾ എന്നെ തുടരുത്, കാരണം ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റില്ലേ? എന്താണ് നമ്മൾ മനസ്സിലാക്കാവുന്ന കാര്യം? എന്താണ് ആ കാര്യം? അതായത് യേശു പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് വരെ യേശുവിനെ ആരും തൊടാൻ പാടില്ല എന്നല്ലേ ഈ പറയുന്നത്. അപ്പോൾ യേശുവിനെ തൊടാതെ എങ്ങനെയാണ്? യേശു ഗോസ്റ്റ് അല്ല, ശരിക്കും ജീവനോടെ എണീറ്റ് വന്നതാണെന്ന് എങ്ങനെ നമുക്ക് നിർണ്ണയിക്കാനാവും? ആർക്കും നിർണ്ണയിക്കാനാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് തന്നെ തോമസിന്റെ അടുത്ത് വന്നു, അവിടെ കൈയിട്ട് നോക്കൂ, ഇവിടെ എൻ്റെ കയ്യിൽ മുറിവ് നോക്കൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കള്ളമാണെന്ന് മനസ്സിലായില്ലേ? മാത്രമല്ല യോഹന്നാന്റെ പുസ്തകത്തിലാണ് പറയുന്നത്, അതായത് ഇവിടെ തന്നെ പറയുന്നുണ്ട് യോഹന്നാന്റെ പുസ്തകം. ബട്ട് തോമസ്, one of the 12 called Didymus was not with them when Jesus came. തോമസ്, ദ്വിദിമൂസ്, 12 പേരിൽ ഒരുത്തനായിരുന്ന തോമസ്, ദിദിമൂസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നവൻ യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 8 ദിവസം കഴിഞ്ഞപ്പോൾ യേശു വന്നു, എന്നിട്ട് പറഞ്ഞു അവിടെ തൊട്ട് നോക്കൂ, ഇവിടെ തൊട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തൊടാൻ പറഞ്ഞെങ്കിൽ ടച്ച് മീ നോട്ടെന്ന് മഗ്ദലന മറിയത്തിനോട് പറഞ്ഞ എന്തിനാണ്? കാരണം ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല. പിതാവിൻ്റെ അടുക്കൽ പോകണം 40-ാം ദിവസമല്ലേ? അപ്പോൾ ഈ 8-ാം ദിവസം വന്നിട്ട് എങ്ങനെയാണ് എന്നെ തൊടാൻ പറയണത്? കംപ്ലീറ്റ് പൊളിഞ്ഞില്ലേ? ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യേശു ഇവരുടെ അടുത്ത് മുന്നിൽ വന്നിട്ടുണ്ട്, പക്ഷേ അത് ഗോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒരാള് മഗ്ദലന മറിയെ തൊടാൻ നോക്കിയപ്പോൾ യേശു പറഞ്ഞു എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ലെന്ന്. ഇനി എൻ്റെ ബാക്കി ഭാഗം കൂടി ഞാൻ വായിക്കാം, അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ, ഒരുപാട് നേരമായി സംസാരിക്കുന്നത്. ഓക്കെ. ജീസസ് സെഡ് അൺടു ഹെർ, ടച്ച് മീ നോട്ട്, ഫോർ ഐ ആം നോട്ട് യെറ്റ് അസെൻഡഡ് ടു മൈ ഫാദർ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യോഹന്നാനും പത്രോസും ഇങ്ങനെ ഈ ദൂരയിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ, മറിയം മഗ്ദലേനെ അകന്നുകൊണ്ടിരിക്കണേ. ഒന്നാമത് അവർ ഓടിയാണ് പോണത്. ഇരുട്ടിൽ വന്നപ്പോൾ തന്നെ ഓടിയാ വന്നത്. ഇപ്പം നേരം വെളുത്തു കഴിഞ്ഞു, അതിനേക്കാളും സ്പീഡിൽ ഓടിയാണ് പോണത്. മനസ്സിലായോ? അപ്പോൾ ടച്ച് മീ നോട്ട്, ഫോർ ഐ ആം നോട്ട് യെറ്റ് അസെൻഡഡ് ടു മൈ ഫാദർ, ബട്ട് ഗോ ടു മൈ ബ്രദറൻ. ഇവിടെ ബ്രദറൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ സഹോദരന്മാരല്ല, നേരത്തെ കുഴിയിൽ വന്നിരുന്നില്ലേ?
ഈ പത്രോസും യോഹന്നാനും അതിന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സേ അൺ ടു ദം, ഐ അസെൻഡ് അൺ ടു മൈ ഫാദർ ആൻഡ് യുവർ ഫാദർ ആൻഡ് ടു മൈ ഗോഡ് ആൻഡ് യുവർ ഗോഡ്. ഇത് ഒരൊറ്റ വചനം പറഞ്ഞാൽ പോരെ? ഞാൻ നിങ്ങളോട് സംസാരിക്കണേ, ഞാൻ പറയണേ നിങ്ങളോട്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോണേ എന്ന് നിങ്ങളോട് പറയണേ. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല ഞാൻ എവിടെ പോണേന്ന്. പക്ഷേ അതങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു, എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നു, എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു, എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ട്. പക്ഷെ എല്ലാം ഡെലിബറേറ്റ് ആണ്, മനഃപൂർവ്വമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ നീട്ടി പറയുന്നത് സമയം കുറച്ച് നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഉറപ്പുവരുത്തണൻ പത്രോസും യോഹന്നാനും വെളിപാട് അകലെ ആകാൻ പാടില്ല, അതിനും ദൂരെ പോയിരിക്കണം. മറിയം മഗ്ദലന അവരെ വിളിച്ചാലും അവർ കേൾക്കാൻ പറ്റാത്ത അത്രയും ഡിസ്റ്റൻസ് പത്രോസും യോഹന്നാനും കവർ ചെയ്തിട്ടുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, വേറെ ഒരു കാരണമില്ല. അല്ലെങ്കിൽ യേശുവിന് ഇങ്ങനെ പറഞ്ഞാൽ ടച്ച് മീ നോട്ട്, ഫോർ ഐ ആം നോട്ട് യെറ്റ് അസെൻഡഡ് ടു മൈ ഫാദർ, ബട്ട് ഗോ ടു മൈ ബ്രദറൻ ആൻഡ് സേ അൺ ടു ദം, ഐ അസെൻഡ് അൺ ടു മൈ ഫാദർ. ഫിനിഷ് ആയി. അതിൻ്റെ കൂടെ ആൻഡ് യുവർ ഫാദർ ആൻഡ് ടു മൈ ഗോഡ് ആൻഡ് യുവർ ഗോഡ്. മനസ്സിലായില്ലേ? അപ്പോ അടുത്ത സെന്റൻസും കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഓക്കെ. മേരി മഗ്ദലന കെയിം ആൻഡ് ടോൾഡ് ദ ഡിസൈപ്പിൾസ്. മേരി മഗ്ദലന ചെന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ദാറ്റ് ഷീ ഹാഡ് സീൻ ദ ലോർഡ് and that he had spoken these things unto her. മനസ്സിലായോ? അതായത് മേരി മഗ്ദലന ശിഷ്യന്മാരോട് ചെന്നിട്ട് യേശു ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞ കാര്യം, ഗോ ടു മൈ ബ്രദർ എന്നാ പറഞ്ഞത്. പക്ഷെ മേരി മഗ്ദലന പോയത് ശിഷ്യന്മാരുടെ അടുത്തേക്കാണ്. അതായത് മേരി മഗ്ദലനക്ക് മനസ്സിലായി ബ്രദറൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ശിഷ്യന്മാരെയാണെന്ന്. യേശു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെന്ന്, ഹൂ ഇസ് മൈ മദർ, ഹൂ ആർ മൈ ബ്രദേഴ്സ്. എൻ്റെ പിതാവിൻ്റെ വചനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിങ്ങളാണ് എൻ്റെ സഹോദരന്മാരും അമ്മയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മറിയം മഗ്ദലന എന്നോട് യേശു എൻ്റെ സഹോദരങ്ങളോട് ചെന്നിട്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോണേണ്, നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക്, എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക്, നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്ന് അവരോട് പറയാൻ പറഞ്ഞൻ. ബട്ട് ഗോ ടു മൈ ബ്രദറൻ ആൻഡ് സേ അൺ ടു ദം. അവരോട് പറയുക. ഏതാൾക്കാരോട്? ഈ പത്രോസിനോടും യോഹന്നാനോടും. അവർ കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, ഈ പത്രോസും യോഹന്നാനും അല്ലേ 1 മിനിറ്റ് 2 മിനിറ്റ് മുമ്പ്, ഈ സംഭവം നടക്കുന്ന 2 മിനിറ്റ് മുമ്പ് ഈ സ്ഥലത്ത് വന്നായിരുന്നല്ലോ. അപ്പൊ അവരോട് നേരിട്ട് പറയായിരുന്നല്ലോ. എന്താ പറയാഞ്ഞത്? പത്രോസും യോഹന്നാനും യേശു ഉള്ള സ്ഥലത്ത് വന്ന് യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി പോലും. യേശു അപ്പോൾ ഓൾറെഡി അവിടുന്ന് കുഴിയിൽ നിന്ന് എണീറ്റിട്ടുണ്ടല്ലോ. യേശുവിൻ്റെ ബോഡി അവിടെ ഉണ്ടായിരുന്നില്ല, ഇല്ലേ? കുഴിയിൽ നിന്ന് എണീറ്റ് യേശു അവിടെ ഗാർഡനിലുണ്ടായിരുന്നു, അല്ലേ? ഗാർഡനറുടെ വേഷത്തിൽ, അല്ലെങ്കിൽ മറഞ്ഞിരിക്കണമായിരുന്നു യേശു. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട്. ചത്തു കഴിഞ്ഞപ്പോൾ യേശുവിനുണ്ടായ ഒരു ഗുണം അതാണ്, യേശു പഴയ ഫോമിലോട്ട് മാറി, പക്ക പിശാചായി. ഓക്കെ. അപ്പോൾ യേശുവിന് അവരോട് പറയായിരുന്നല്ലോ, എന്തിനാണ് മഗ്ദലന മറിയത്തിന് ദൂത് വിടണം? എന്തിനാണ്? ഈ ശിഷ്യന്മാരെന്നെ, ഈ ബ്രദറൻ തന്നെ അവരുടെ ഈ കുഴിയുടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ തന്നെ യേശുവിന് ഡയറക്റ്റായിട്ട് പറയായിരുന്നല്ലോ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകണമെന്ന്. അപ്പൊ അങ്ങനെ പറയാതിരുന്നതിൻ്റെ കാരണം, മഗ്ദലന മറിയത്തിനോട് മുമ്പിലാണ് യേശു വരേണ്ടത് എന്ന് യേശു ആദ്യമേ തീരുമാനിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റഡാണ്. പിശാചിൻ്റെ സ്ക്രിപ്റ്റാണ് ഇത് പ്ലേ ചെയ്യണേ. പിശാചിൻ്റെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാകാൻ കഴിയാതെ പോയത്. അതുകൊണ്ടാണ് മനസ്സിലാകാൻ കഴിയാതെ പോയത്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തണേ, തൽക്കാലത്തേക്ക് നിർത്തണേ. Mary Magdalene came and told the disciples that she had seen the Lord and that he had spoken these things unto her. അതായത് യേശു അവളോട് പറഞ്ഞ കാര്യം മാത്രമാണോ, അതായത് ശിഷ്യന്മാരോട് പറയുക എന്ന് പറഞ്ഞ കാര്യം മാത്രമാണോ യേശു ഈ മഗ്ദലന മറിയ അവരോട് പറഞ്ഞിട്ടുള്ളത്? അതോ എല്ലാം പറഞ്ഞിട്ടുണ്ടാവോ?
അതായത് എന്നെ തൊടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല, അതായത് പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നത് വരെ എന്നെ തൊടരുത് എന്ന് പറഞ്ഞ കാര്യവും പറഞ്ഞിട്ടുണ്ടാവില്ലേ? പറഞ്ഞിട്ടുണ്ടാവില്ലേ? തീർച്ചയായും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനൊരു മെസ്സേജ് ശിഷ്യന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പേ അവരെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്നെ ആരും തൊടാൻ പാടില്ല, ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ വരാം, അതൊന്നും പ്രശ്നമില്ല, പക്ഷെ എന്നെ തൊട്ട് നോക്കരുത്, കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഇതുവരെ പോയിട്ടില്ല. മനസ്സിലായോ? പക്ഷേ ഇന്ന് നീ എന്നോട് കൂടി പർദീസയിലായിരിക്കും എന്ന് കൂടെ മരിച്ച് കുരിശിൽ തറക്കപ്പെട്ട ഒരുത്തനോട് പറഞ്ഞ കാര്യവും ഈ ശിഷ്യന്മാർക്ക് അറിയാൻ പാടില്ല. യേശുവിനെ പിടിച്ചപ്പോൾ തന്നെ ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയതാണല്ലോ. മനസ്സിലായോ? അപ്പോൾ അത് ഇവർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ വെയിറ്റ് ചെയ്ത് മഗ്ദലേന മേരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കാരണം മഗ്ദലേന മേരി വഴി അത് എത്ര കൗശലപൂർവമാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് പറയൂ, അവരോട് പറയൂ എന്ന് പറഞ്ഞിട്ടാണ് വിടണം മഗ്ദലേന. പക്ഷേ മഗ്ദലേന തീർച്ചയായിട്ടും ആദ്യം പറയുന്ന കാര്യം, ഞാൻ അവനെ തൊടാൻ പോയപ്പോൾ അവൻ പറഞ്ഞു എന്നെ തൊടാൻ പാടില്ല, കാരണം ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല, ഞാൻ എഴുന്നേറ്റുള്ളൂ, പിതാവിൻ്റെ അടുക്കൽ പോകണമെങ്കിൽ 40 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ 40 ദിവസം വരെ യേശുവിനെ ആരും തൊട്ടിട്ടില്ല എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? അക്കാരണം കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്, യേശു ഉയർത്തെഴുന്നേറ്റതല്ല, യേശുവിൻ്റെ ബോഡി ഈ അരിമത്യ ജോസഫ് എന്നെ കത്തിച്ച് കളയാണ് ഉണ്ടായത്. എന്നിട്ട് പിന്നീട് ശിഷ്യന്മാരുടെ മുമ്പിൽ വന്നത് ഈ 2 ഡയമെൻഷനൽ ആയിട്ടുള്ള ഗോസ്റ്റിൻ്റെ ബോഡിയാണ്. മനസ്സിലായോ? ഈ കലണ്ടറിലൊക്കെ ചിത്രം കാണൂലേ, അതേപോലത്തെ ബോഡി, കനമില്ല, നീളവും വീതിയും മാത്രം, അതായത് ഒരു മായാ ശരീരം. അതാണ് ശിഷ്യന്മാരുടെ മുമ്പിൽ വന്നത്. അത് എന്നെ തൊടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് വരെ എന്നെ തൊടരുത് എന്ന മെസ്സേജ് ശിഷ്യന്മാരുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യേശു അവരോട് നിങ്ങൾ ചെല്ലൂ, എൻ്റെ സഹോദരങ്ങളോട് പറയൂ, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് എന്ന് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ യേശു എന്തിനാണ് പിന്നെ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നത്? പിതാവിൻ്റെ അടുക്കലോട്ട് പോയാൽ പോരെ? പിതാവിൻ്റെ അടുക്കലേക്ക് പോകണം 40 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇനി ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തുവിടണ്ട യാതൊരു കാര്യമില്ലല്ല. എന്തായാലും യേശു അർദ്ധരാത്രി ആകുമ്പോൾ ഇവരെ കാണാനുള്ളതാണ്, അപ്പൊ പറഞ്ഞാൽ പോരെ? അപ്പോൾ മെസ്സേജ് അതായിരുന്നില്ല, ടച്ച് മീ നോട്ട് ബിക്കോസ് ഐ ഹാവ് നോട്ട് യെറ്റ് ഗോൺ ബാക്ക് ടു മൈ ഫാദർ. അതായിരുന്നു മെസ്സേജ്. കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആസ്ക് ആൻറ്റി ക്രൈസ്റ്റ്, നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.